ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സിജി റേജി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊമ്പഴ സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് ജൂലൈ 22-ാം തീയതിയാണ്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഹസ്ബൻഡ് സമ്മതിക്കാത്ത കാരണം ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി സമയം എനിക്കിവിടെ പ്രാർത്ഥിക്കാനായിട്ട് കിട്ടിയ കാരണം ഞാനിവിടെ ആരാധനയുടെ എഴുന്നള്ളിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ട് എല്ലാവരും മാതാവിനെ എഴുന്നള്ളിച്ച് പോകുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹം തോന്നി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഭർത്താവിലെ മാതാവിനുള്ള ആഴമേറിയ വിശ്വാസം വളരണമെങ്കിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡിനൊരു ജോലിയായിരുന്നു. കാരണം ആൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി 10 മാസമായിട്ട് ജോലിയൊന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എൻ്റെ ഹസ്ബൻഡിനെ ഒരു തൊഴിൽ മാർഗം കാണിച്ചു തരണേ, അപ്പോൾ ആൾക്ക് വിശ്വാസം ഉണ്ടാകും മാതാവിനോട്, അപ്പോൾ എന്നെ ഉടമ്പടി എടുക്കാൻ വിടും എന്ന് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോയി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് കോളുകൾ വരികയാണ്, ഇങ്ങനെ ഹരിയാനയിൽ പോകാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ആരെ വിളിക്കണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഹരിയാനയിൽ നിന്ന് ഇങ്ങനെ പോത്തും കുട്ടികളെ എടുത്തു കൊടുക്കണം എന്നിങ്ങനെ ഓർഡർ പറയണതാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ 2021 ആൾ പോയി ഹരിയാനയിൽ പോയി കുറച്ച് പോത്തുകുട്ടികളെ എടുത്ത് വന്നിട്ട് കുറച്ച് നഷ്ടമൊക്കെ വന്നതായിരുന്നു. അപ്പോൾ വീണ്ടും ആ മേഖലയിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്കൊരു സത്യം പറഞ്ഞ ഒരു ടെൻഷനായിരുന്നു. പിന്നെ എനിക്ക് തോന്നി മാതാവ് കൂടെയുണ്ട്, എന്തായാലും അതിൽ വിജയം വരും എന്ന് തന്നെ വിചാരിച്ച് ഓഗസ്റ്റ് 5-ാം തീയതി അങ്ങനെ ഹസ്ബൻഡ് ഹരിയാനയിൽ പോയി 50 പോത്തുംകുട്ടികളെ 10 ദിവസത്തിനുള്ളിൽ പോയി കൊണ്ടുവന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് വിറ്റ് തീർത്തു. അപ്പം അതിലാൾക്ക് ഭയങ്കര വിശ്വാസമായി. ആൾ എല്ലാവരോടും പറഞ്ഞു ഭാര്യ ഇങ്ങനെ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു വന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇത് സാധിച്ച്, പിന്നെ നിങ്ങളെല്ലാവരും പോകണം, നിങ്ങൾക്ക് വണ്ടിക്കൂലി വേണമെങ്കിൽ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുക്കാൻ സമ്മതിച്ച് എനിക്ക് ഞാനിവിടെ സെപ്റ്റംബർ 16-ാം തീയതി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ചേച്ചിക്ക് പിത്തസഞ്ചിയിൽ ഒരു സ്ലറി അടിഞ്ഞു കൂടിയിട്ട് പിത്തസഞ്ചി റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല, ഞാൻ ഇത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടിയിട്ട്. 27-ാം തീയതി എന്നെ അവൾ വിളിച്ചിട്ട് പറയാം, ഓപ്പറേഷന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് എന്നോട് ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയാണ് ഈ പിത്തസഞ്ചിയിൽ യാതൊരു കുഴപ്പമില്ല, പിന്നെ എന്തിനാ ഇത് റിമൂവ് ചെയ്യണമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായില്ലായിരുന്നു, പക്ഷേ അതൊരു അത്ഭുതമാണ്. സത്യം പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു പോയി. ഞാൻ സാധാരണ ഒരു സ്ത്രീ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് അത്. വളരെയധികം എനിക്ക് മാനസികമായിട്ട് എൻ്റെ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, അതേപോലെയായിരുന്നു. പിന്നെ ഹസ്ബൻഡ് വീണ്ടും ഓർഡറൊക്കെ കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 3-ാമത്തെ പ്രാവശ്യം ആൾ പോണ സമയത്ത് അങ്ങനെ ഞാനാണെങ്കിൽ കാലത്ത് 5 മണിക്ക് എണീക്കും, കൊന്ത ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ജോലികൾ തന്നെ തുടങ്ങുക. അപ്പം പറയും നിനക്ക് ഏത് നേരം ഇങ്ങനെ പ്രാർത്ഥനയാണോ എന്നങ്ങനെ ചോദിച്ചിട്ടാണ് ഈ 3-ാമത് ലോഡ് എടുക്കാൻ പോണത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായി. ഇത്രയധികം നന്ദി നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു. ആ പ്രാവശ്യം പോയിട്ട് ആൾക്ക് മൊത്തം തടസ്സങ്ങളായിരുന്നു. തിരിച്ച് വന്നു കഴിഞ്ഞാൽ ലോഡും കൊണ്ട് വന്നിട്ട് അത് വിൽക്കാൻ സാധിച്ചില്ല, കുറച്ച് പ്രശ്നങ്ങളായി. അങ്ങനെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ നേരെ ഒരു കലണ്ടറുണ്ട്. ആ കലണ്ടറിൽ എൻ്റെ കൺമുന്നിൽ കാണാണ് ചെറിയൊരു ഹോള്, അതിനുള്ളിൽ കൂടി 22 എന്നൊരു സംഖ്യ ഞാൻ കാണാണ്. അപ്പോൾ ഞാൻ ഇവിടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡേറ്റ് മാതാവ് കാണിച്ചു തരുന്നുള്ളതല്ല ഞാൻ സാക്ഷ്യത്തിൽ കേട്ടതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒക്ടോബർ 22-ന് ചിലപ്പോൾ ഇത് ലോഡ് വിൽക്കുമായിരിക്കും, അതായിരിക്കും കാണുന്നുണ്ടാവുക എന്നുള്ളത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. പക്ഷേ ഒക്ടോബർ 22 എന്നെ ലോഡ് വിറ്റില്ല. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു നീയല്ലേ 22 എന്ന് പറഞ്ഞേ എന്നിട്ട് വിറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ, ഇനി ഇതിനൊരു വിൽപ്പനയുണ്ടെങ്കിൽ അത് 22 എന്നൊരു ഡേറ്റിന് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നവംബർ 21-ാം തീയതി കടുത്ത പനിയായിട്ട് എനിക്ക് തീരെ വയ്യ. ഞാൻ അമ്മ എനിക്ക് തീരെ പറ്റണില്ല, ഇത് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണം എന്ന് പറഞ്ഞൊരു 12-ര സമയത്ത് ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ്, ഈ ലോഡ് എത്രയും വേഗം തന്നെ കയറ്റി വിടണം കൊല്ലത്തേക്ക്. അങ്ങനെ ഹസ്ബൻഡ് വണ്ടി അന്വേഷിച്ച് എന്ത് ചെയ്താൽ കിട്ടണില്ല, വണ്ടികളെല്ലാം അന്നത്തേക്കില്ല, 22-ാം തീയതിക്കാണുള്ളത്. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്ന ആ 22 എന്ന ഡേറ്റിന് തന്നെ ആ ലോഡ് വിൽക്കാൻ സാധിച്ചു. ഹസ്ബൻഡിനോടൊപ്പം ഞാൻ അത്രയും ഇതായിട്ട് പറഞ്ഞു എന്തായി മാതാവ് എനിക്ക് ഡേറ്റ് കാണിച്ചു തന്നിട്ട് അത് വെറുതെ ആയില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ലഭിക്കണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ കടയിൽ പോയിട്ട് ഞാൻ ബസ് ഇറങ്ങി ഞാൻ നടക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ബസ് മുന്നോട്ട് എടുത്തു. പക്ഷേ ആ ബസ്സിൻ്റെ പുറകിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയിട്ട് അയാൾ ഡോർ അടച്ചിട്ടുണ്ടായില്ലായിരുന്നു.
ഒരു ഒറ്റ സെക്കൻഡ് മാതാവ് എന്നെ ആ നിമിഷം എൻ്റെ മുഖം തിരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ ഡോറ് വന്ന് ഇടിച്ച് ഞാൻ താഴെ വീണ് പോയാൽ ഡിവൈഡറിലും ബസ്സിൻ്റെ ഇടയിലായിട്ടുള്ള സ്ഥലത്ത് ഞാൻ വീണ് പോയേനെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സംരക്ഷണം എനിക്ക് ലഭിച്ചു. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരു ദിവസം ഞാൻ ചൊല്ലിക്കൊണ്ട് ഇരുന്ന കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ എനിക്ക് തോന്നണതാണോ എന്ന് ആലോചിച്ച് ഞാൻ മൂത്ത മകളെ വിളിച്ചു. അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു, മമ്മിയും നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ പിറ്റേ ദിവസമാണ് അവൾക്ക് 2 എക്സാമാണ്, ഡിഗ്രി 2 ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉടമ്പടിയുടെ ഈ കാശ് രൂപ ഞാൻ അവളെ കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, മാതാവ് നിൻ്റെ കൂടെയുണ്ട്, നീ നന്നായി പ്രാർത്ഥിച്ചു, പരീക്ഷ എഴുതിക്കോ. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, മമ്മി നല്ല എളുപ്പമായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു അവൾക്ക്, 40ൽ 38 മാർക്ക്. ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റ് 2 എണ്ണത്തിൽ 40ൽ 38, 39 മാർക്ക്. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ മക്കൾക്ക് ഏതൊരു ബുദ്ധിമുട്ടുള്ളത് വന്നാലും അവരപ്പം പറയും, മമ്മി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും മമ്മി എന്ന് പറയും. അതുപോലെ എൻ്റെ മകന് സംസ്കൃത സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ പോയിട്ട് ഉപജില്ലാ തലത്തിൽ അവനും കാശ് രൂപം കൊടുത്തിട്ടാണ് ഞാൻ വിടുന്നത്. ഉപജില്ലാ തലത്തിൽ 7ാം സ്ഥാനം ലഭിച്ചു. അതും എൻ്റെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ ഈ കൊന്തമാസത്തിൽ ഒക്ടോബർ ലാസ്റ്റ് സമയത്ത് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് കാസിയും പീലാസി ഉയർത്തുന്ന സമയത്ത് ജോസഫച്ചനെയാണ് ഞാൻ കണ്ണടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, എന്താ ഇത് ഇങ്ങനെ അച്ഛനെ കാണാനായിട്ടുള്ളൊരു ഇതായിരിക്കും തോന്നണേന്ന് ഓർത്ത് ഡിസംബർ 16 ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടുള്ള ടോക്കൺ എടുക്കാൻ വേണ്ടി നിന്നു. അപ്പം എനിക്കാണെങ്കിൽ 1-2 രോഗങ്ങൾ, ഷുഗർ, കൊളസ്ട്രോൾ, യൂട്രസിൽ ഫൈബ്രോയിഡ്, അങ്ങനെ ഒത്തിരി രോഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ടോക്കൺ തരണത് യൂട്രസിലെ ഫൈബ്രോയിഡിൻ്റെ ഇതിനാണ് അച്ഛനെ കാണാൻ ടോക്കൺ തരണേന്ന്. ആ ടോക്കണും കൊണ്ട് ഞാനിവിടെ വന്ന് അച്ഛൻ എൻ്റെ തലയിൽ പ്രാർത്ഥിച്ച് സൈത്ത് നെറ്റിയിൽ കുരിശ് വരച്ചു. പക്ഷേ എൻ്റെ 2 ചെന്നിയിലും അച്ഛൻ സൈത്ത് പൂശി തന്നു. എനിക്ക് മൈഗ്രെയിൻ്റെ വലിയ കടുത്ത തലവേദനയായിരുന്നു. മുടി കൊഴിച്ചിലും തല കുളിക്കാനും ഒന്നും സാധിക്കില്ലായിരുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. അച്ഛൻ എൻ്റെ രോഗസൗഖ്യത്തിന് മാധ്യസ്ഥം വഹിച്ചതിന് അവന് ഒത്തിരി നന്ദി പറയുന്നു. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് തിരുക്കുമാരന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ 1-2 ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് ഞാനും എൻ്റെ റിലേഷനിൽ പെട്ട 1-2 ചേച്ചിമാർ, ഉടമ്പടി എടുത്ത് ചേച്ചിമാർ കൂടി പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ പൊതിച്ചോറ് കൊണ്ടുപോയിട്ട് ഞാൻ പുത്തമ്പള്ളിയുടെ സമീപത്തുള്ള അവർക്കെല്ലാം അവിടെ ഭിഷ്ടയാച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കും. അങ്ങനെ ചെറിയ സഹായങ്ങളൊക്കെ ആയിട്ട് ഞാൻ എല്ലാവർക്കും കാരുണ്യപ്രവൃത്തികൾ അങ്ങനെ ചെയ്യണു. പിന്നെ എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ സമ്പൂർണ്ണ ബൈബിൾ ഞാൻ വായിച്ചു. പുതിയ നിയമം ഞാൻ വീണ്ടും പകുതിയെ നല്ല ആവേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ബൈബിൾ ഞാൻ വായിക്കുന്നത്. പിന്നെ പള്ളിയിലായാലും ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സാധിക്കുന്ന ദിവസങ്ങളെല്ലാം ഞാൻ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, അച്ഛൻ്റെ ധ്യാനം കൂടും. ഓരോ ധ്യാനങ്ങളും നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വിഷമതയിൽ പെടണോ അതിനുള്ള ഉത്തരം, അതാണ് അച്ഛൻ്റെ ധ്യാനം. അപ്പോൾ അച്ഛൻ്റെ ധ്യാനം കൂടുകയെന്ന് വെച്ചാൽ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒത്തിരി നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈശോ കാറ്റ് വന്നപ്പോൾ ഭയപ്പെട്ട്, ഈശോ കൂടെ ഉണ്ടായിട്ടും കാറ്റ് വന്നപ്പോൾ ഭയപ്പെട്ട് പത്രോസ് വെള്ളത്തിൽ വീണു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരും. പക്ഷേ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കരം പിടിക്കാൻ ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കുറച്ച് വിശ്വാസം നമ്മളിൽ വേണം. നമ്മൾ ഉടമ്പടി എടുത്താൽ മാത്രം പോരാ, കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ചെയ്ത് നമ്മൾ ഈശോയുടെ നല്ല സാക്ഷികളായിട്ട് മാറുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഒപ്പം സാക്ഷ്യം പറയാനും ആരും മറക്കരുത്. കാരണം ഞാൻ ഈ സാക്ഷ്യം ഡിസംബർ 16 പറയേണ്ടതായിരുന്നു. അന്ന് ഞാനത് പറഞ്ഞില്ല, എനിക്ക് ചില കാരണം കൊണ്ട് പറയാൻ സാധിച്ചില്ല. പക്ഷേ നിങ്ങളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ അനുഗ്രഹങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ അതിന് സാക്ഷ്യം പറയാൻ നമ്മൾ മടി കാണിക്കരുത്. ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഡേറ്റിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. 22 എന്നുള്ളൊരു ഡേറ്റ് പ്രാർത്ഥനയിൽ മാതാവ് തോന്നിപ്പിച്ചെന്നുള്ളതും, പിന്നെ സാക്ഷ്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഡേറ്റ് പ്രാർത്ഥനയിൽ ഉടമ്പടിയിലിരിക്കുന്ന ഒരാൾ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഡേറ്റ് കാണുന്നത് ഉടമ്പടിയുടെ ഒരു വലിയൊരു പ്രത്യേകത ആയിട്ടും ഒരു യുണീക്കായിട്ടുള്ളൊരു ഇതായിട്ട് സാക്ഷ്യങ്ങൾ കേട്ടൊരു അറിവുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡേറ്റും സമയവുമെല്ലാം നമ്മളെപ്പോഴും വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്നത്. നിങ്ങൾക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഡിസംബർ 7, 2004, 2:30 എന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പരിശുദ്ധ അമ്മ ഈ അൾത്താരിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ സമയമാണ് ഇതിലെ ഏറ്റവും, ഇപ്പോൾ ഈ പ്രത്യക്ഷീകരണത്തിന് ഏറ്റവും യുണീക്കായിട്ടുള്ള, മറ്റുള്ള സഭയിലെ നടന്നിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതിന് ഒരുപാട് മാനങ്ങളുണ്ട്.
നമ്മുടെ വ്യക്തി ജീവിതത്വവുമായിട്ട് അതിൻ്റെ സമയമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാലാവസാനമായിട്ട് ബന്ധമുണ്ട്. അതൊക്കെ സഭ പഠിക്കേണ്ടിയിരിക്കേണ്ട വലിയ സബ്ജക്റ്റുകളാണ്. അപ്പം ഒരു വ്യക്തി ഉടമ്പടിയിൽ ഈ പരിശുദ്ധ അമ്മയെ ചേർത്ത് വെച്ച് ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ പ്രാർത്ഥനയിൽ ഡേറ്റ് കാണുക, സമയം തെളിയുക, പക്ഷെ അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുകയും കൂടി ചെയ്യുമ്പോഴാണ് ഈ ഒരു പരിശുദ്ധ അമ്മയുടെ ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് നമ്മളതിനെ വായിച്ചെടുക്കുന്നത്. അല്ലാതെ ഡേറ്റും സാക്ഷിയും ഇവിടെ പ്രത്യക്ഷീകരണം തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ എപ്പോഴും അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഈ ഒരു ഡേറ്റിൻ്റെ കാര്യം. രണ്ടാമത്തേത് മക്കളുടെ സൗഖ്യത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതായിട്ട് പറയുന്നു. അപ്പം ബൈബിൾ വായിക്കാൻ വല്ലാത്തൊരു ആവേശമുണ്ടായെന്നൊരു വാക്കാണ് പറഞ്ഞത്. അതും ഒരു ആത്മീയമായിട്ടൊരു വളർച്ചയുടെ ഭാഗമാണ്. ഒരു ബൈബിളിനോടുള്ള ആവേശമെന്ന് പറയുന്നത് ഈശോയെ അറിയുവാനായിട്ടുള്ളൊരു ആവേശമാണ്. അത് ദൈവസ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതായിട്ടാണ് നമ്മളതിനെ വായിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ, വചനം വായിക്കുവാൻ, വ്യക്തമായ അനുഭവത്തോടു കൂടി കൊണ്ടുചെന്ന് നിർത്തുവാനായിട്ട് ഉടമ്പടിക്ക് സാധിക്കുന്നുവെങ്കിൽ അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം ഉടമ്പടി എടുത്ത് നമ്മളാരും മറക്കരുത്. കാരണം ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ ചേർത്ത് വെക്കുന്നതും മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ്. ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ദൈവം നൽകിയ ഈ അനുഭവങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് നൽകിയ ആത്മീയമായ ഉണർവിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. ഇവിടെ നിർത്തുന്നതെന്ന് പറഞ്ഞാൽ പരിശുദ്ധ മാതാവായിട്ടാണ് എന്നെ ഈ കൃപാസന ആൾത്താരയിൽ നിർത്തിയിരിക്കുന്നത്. എൻ്റെ പേര് രാധിക. ഞാൻ വരുന്നത് നാരാത്ര എന്ന് പറയും, കാവാലത്തിനടുത്തുള്ള നാരാത്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് എൻ്റെ സഹോദരൻ്റെ മദ്യപാനം മൂലമാണ്. അപ്പം ഞാൻ കൃപാസനത്തിലേക്ക് വന്ന് വഴി പറയാം ആദ്യം. എൻ്റെ സഹോദരൻ പല ട്രീറ്റ്മെൻറ്റുകൾക്ക് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. പക്ഷേ അതുപോലെ ട്രീറ്റ്മെൻറ്റിന് പോയ സമയത്ത് ഞാൻ ചങ്ങനാശ്ശേരിയിലൊരു ബസ് സ്റ്റാൻഡിൽ എൻ്റെ സഹോദരൻ്റെ മകളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൃപാസനം മാതാവിൻ്റെ പത്രവും പിടിച്ചുകൊണ്ട് ഒരു ചേച്ചി നിൽക്കുന്ന കണ്ടു. അപ്പം കൃപാസനത്തെപ്പറ്റി ഞാനങ്ങനെ തട്ടിപ്പാണെന്നുള്ള ഫേക്കുകളൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ കൂടുതലും കേട്ടിരുന്നത്. ആ ഇടയ്ക്ക് തന്നെ ഞാൻ അവിടുത്തെ എങ്ങനെയോ എൻ്റെ ചെവിയിൽ ആരോ പറഞ്ഞ് എത്തിയിരുന്നു. അപ്പം ഇത് മേടിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിഞ്ഞു മാറി നിന്ന ആളാണ്. അപ്പോൾ അത് മേടിക്കാതെ ഞാൻ ആ ആൾ നിന്ന സ്ഥലത്തുനിന്ന് മാറി നിന്ന് അവിടെ കുറേ നേരം വീക്ഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ അടുത്ത് സഹായം ചോദിച്ച് വരുന്ന ആളുടെ കയ്യിൽ പുള്ളിക്കാരി പൈസയൊക്കെ കൊടുത്ത് വിടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് സഹോദരൻ വന്ന് ആ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും മദ്യപാനം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആകപ്പാട് മൊത്തത്തിലേ തകർന്നു പോയി. ഈ ട്രീറ്റ്മെൻറ്റിലൂടെ എല്ലാം മാറുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ മദ്യപാനം വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ച് സഹോദരനിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ മദ്യപിക്കാനായിട്ട് പോകും. 2 മക്കളുണ്ട്. അവരുടെ കാര്യം പോലും ചിലപ്പോൾ നോക്കാനായിട്ട് നിൽക്കത്തില്ല. രാവിലെ എഴുന്നേറ്റ പുറകെ അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൃപാസനത്ത് ആ സമയത്ത് എൻ്റെ ഫോണിൽ കൃപാസനത്തിൻ്റെ ഈ നമ്മുടെ ഉടമ്പടിയും കൊണ്ട് നടക്കുന്ന ചെറിയ റീൽസ് പോലത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഞാനത് മാറ്റിവിടുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇതുപോലെ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ പോയി ഉടമ്പടി എടുക്കാം. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഫോണിൽ കണ്ട പോലെ മാതാവിൻ്റെ ഗ്രോട്ടോയും കുടയും പിടിച്ച് നടക്കുന്നതായിരിക്കും. അപ്പം എന്നോട് നാത്തും പറഞ്ഞപ്പോൾ ഞാനതങ്ങ് പറഞ്ഞ് ഒഴിവാക്കി, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു സാക്ഷ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കൃപാസനത്തിൽ സാക്ഷ്യം പറഞ്ഞ ഒരു ടോപ്പ് സാക്ഷ്യങ്ങളിൽ ഒന്നാണ് ശ്രീരഞ്ജിനി ഹരിദേവൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതൊരാഴ്ച മുമ്പ് ഒരു 6.7 lakh വ്യൂവേഴ്സ് സംതിങ് ഉള്ളതായിരുന്നു. അപ്പം ആ ആളെ ഞാൻ അന്ന് പത്രം കൊണ്ട് നടന്ന സെയിം ആളെ തന്നെയാണ് കണ്ടപ്പോൾ ഞാൻ ആകപ്പാട് അങ്ങ് ഞെട്ടിത്തരിച്ചുപോയി. മാതാവായിട്ട് എന്നെ വിളിക്കാനായിട്ട് വന്നതായിരുന്നു. ഞാൻ എന്നിട്ടത് മാതാവിനെ കുറ്റം പറഞ്ഞുള്ള രീതിയിൽ ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. അപ്പം അതിലെനിക്ക് ആപ്പാടെ സങ്കടം തോന്നി. ഞാൻ എന്നിട്ട് നാത്തൂനെ ഉടനെ തന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ അന്ന് ചങ്ങനാശ്ശേരി കണ്ട ചേച്ചിയുടെ സാക്ഷ്യം ഞാൻ കണ്ടു. ആ സാക്ഷ്യം എന്നെ വളരെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അപ്പം നാത്തൂനപ്പം എന്നോടത്ത് പറഞ്ഞു ഇങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ സഹോദരൻ്റെ കാര്യമൊക്കെയാണ് വെച്ചത്, കുടുംബത്തിലെ സമാധാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചു. അന്ന് രാത്രി ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന അന്ന് രാവിലെ നമ്മൾ കണ്ണ് തുറന്ന് വരുന്ന സമയത്ത് ഞാൻ 17 എന്നൊരു ഡേറ്റും കണ്ടു. ഈശോയും ഉണ്ണീശോനെ മാതാവ് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും കണ്ടു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനത് നെറ്റ് നോക്കിയപ്പോഴാണ് എനിക്ക് നിത്യസഹായ മാതാവിൻ്റെ ആണെന്ന് മനസ്സിലായേ. അപ്പം 17 എന്നൊരു ഡേറ്റും ഉണ്ണീശോയും മാതാവിനെയും കണ്ടപ്പം
ഞാൻ മനസ്സിൽ വിചാരിച്ചു പല പല സാക്ഷ്യങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ കാണുമ്പം ഓരോരുത്തർക്കും ഇങ്ങനെ ഡേറ്റ് കാണിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സാക്ഷ്യങ്ങൾക്കകത്ത്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ദോഷകരമായ രീതിയിലല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കരുത്. അപ്പോൾ 17 എനിക്ക് സന്തോഷകരമായ കാര്യങ്ങൾ തരണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് 2 ദിവസം ഞാൻ എപ്പോഴും നമ്മുടെ സാക്ഷ്യം കാണുക തന്നെയായിരുന്നു ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട്. അപ്പോൾ ആ സാക്ഷ്യത്തിലെല്ലാം വളരെ ദൂരെയുള്ള ആൾക്കാരൊക്കെ വന്ന്, കോഴിക്കോട്, തിരുവനന്തപുരം, വയനാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുന്നു. എൻ്റേതെന്ന് പറയുന്ന കാവാലമാണ്, അധികം ദൂരമില്ല, എനിക്ക് പോയിട്ട് വന്ന് ഉടമ്പടി എടുക്കാം. അപ്പം ഞാൻ അടുത്ത ദിവസം ഒരു 2 ദിവസം കഴിഞ്ഞ് രാവിലെ തന്നെ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സമയത്ത് പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. ചൊല്ലുന്ന സമയത്ത് സഹോദരൻ വീട്ടിലുള്ള സമയത്ത് സഹോദരനെയും കൂട്ടുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് സഹോദരൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്നു, മദ്യപിച്ചിട്ടുണ്ട്. അപ്പം സഹോദരൻ തന്നെ മാതാവിനോട് പറഞ്ഞു, നിനക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ നീ മാറ്റ് എന്ന് മാതാവിനോട് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ശേഷം ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കരമായിട്ട് മദ്യപിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ സഹോദരൻ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. അപ്പം ഞാൻ ആ സിറ്റ് ഔട്ടിൻ്റെ ജനലിൻ്റെ തൊട്ട് പുറകെ അകത്ത് തന്നെ ഹാളിലിരിക്കുകയാണ്. ഹാളിലിരുന്ന് ഞാൻ മുട്ടയിൽ നിന്ന് കൊന്ത് ചൊല്ലിക്കൊണ്ടിരുന്നപ്പം എന്നെ വിളിച്ചിട്ട് ആൾ ഭയങ്കരമായിട്ട് വിഷമിച്ച രീതിയിൽ, നിങ്ങളെല്ലാവരും ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്ന് എന്നോട് സംസാരിക്കുകയാണ്. മറ്റേത് ഇന്ദ്രനെയും ചന്ദ്രനെയും ആരും പേടിയില്ലാത്ത ഒരു പുള്ളിയായിരുന്നു. ആൾ ഇത്രമാത്രം തകർന്ന് എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. അപ്പം ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന കൊന്ത ആളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മാതാവ് ഉറപ്പായിട്ടും ചേട്ടായുടെ ഈ അസുഖം മദ്യപാനം മാറ്റിത്തരും, ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, നല്ലൊരു വ്യക്തിയാക്കി മാറ്റുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് കൊന്ത ഞാൻ ആളുടെ കയ്യിൽ കൊടുത്തു. അതിൻ്റെ അടുത്ത ദിവസം ആൾ മദ്യപിക്കാൻ മേടിച്ച കുപ്പിയിൽ ആളറിയാതെ റൂമിന് വെളിയിലോട്ട് ഇറങ്ങിയ സമയത്ത് ആളറിയാതെ ഞാൻ റൂമിൽ കയറി അലമാരിക്കകത്തുനിന്ന് കുപ്പി എടുത്തിട്ട് പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയിട്ട് ഉപ്പിട്ട് അന്നത്തെ ദിവസം അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 6 മാസം തികയുന്നു. ഈ 6 മാസമായിട്ട് ആൾ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല. മാത്രമല്ല ആളും ഇപ്പം ആ 1.5 ആഴ്ച കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആളിപ്പോൾ ഉടമ്പടി ജീവിതത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ നല്ല സമാധാനവും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 17 എന്ന് പറഞ്ഞൊരു ഡേറ്റ് കാണിച്ചു തന്നെന്ന് പറഞ്ഞല്ലോ, അത് എൻ്റെ സഹോദരൻ മദ്യപിക്കുന്നതിൽ അച്ഛന് ഭയങ്കര പ്രശ്നമായിരുന്നു. അച്ഛൻ മദ്യപിക്കാത്ത ഒരാളാണ്. സഹോദരൻ മദ്യപിക്കുന്നതിൽ അച്ഛൻ അമ്മയോട് വഴക്ക്, സഹോദരനും അച്ഛനും തമ്മിൽ വഴക്ക്, ആകെപ്പാടെ പ്രശ്നമായിരുന്നു. അങ്ങനെ അച്ഛൻ വീട്ടിൽ നിന്ന് മാറി വേറൊരു വീട്ടിൽ, നമ്മുടെ തന്നെ ബന്ധുവിൻ്റെ ഒരു വീട്ടിൽ താമസിക്കുമായിരുന്നു. ആ സമയത്ത് അച്ഛൻ വീട്ടിൽ നിന്ന് പോയതാണ്. അപ്പം അടുത്ത മാസം 16-ാം തീയതി രാത്രി 9:30 ആയപ്പം അച്ഛൻ വീട്ടിൽ തിരികെ വന്നു. ഞങ്ങളിപ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനത്തോടു കൂടി ജീവിക്കുന്നു. അതൊരു സാക്ഷ്യങ്ങളിലൊന്നാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഞാൻ പുതുക്കാനായിട്ട് വന്നപ്പം എൻ്റെ മറ്റൊരു സഹോദരൻ ഇതുപോലെ തന്നെ മദ്യപാനമായിരുന്നു. ആ സഹോദരന് വേണ്ടി മദ്യപാനം മൂലം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പം മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ആളുടെ മാനസികാരോഗ്യം അത്രയ്ക്ക് ക്ലിയർ അല്ലായിരുന്നു. ജോലിക്കൊക്കെ പോകും, എന്നാലും പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ ഒരു ഇച്ചിരി പങ്ക്തികേടുകളൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ദിവസം വന്ന് ആ സഹോദരന് വേണ്ടി ഞാൻ ഉടമ്പടി നിയോഗം എഴുതി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഉപ്പും തേനും കൊടുത്തു. ആളിപ്പം ഉപ്പും തേനും കഴിക്കുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടുമില്ല. സാധാരണ ആളിനെ പോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കുന്നു, സന്തോഷത്തിൽ ജീവിക്കുന്നു. എൻ്റെ 3ാമത്തെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു കുട്ടിയുടെ അമ്മ വിദേശത്ത് ജോലിക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തെല്ലാം യാത്ര പറയാനായിട്ട് വന്നു. അപ്പോൾ യാത്ര പറഞ്ഞ് പോയി. അപ്പം ആൾ അവിടെ എത്തിയോ ഇല്ലയോ എന്നറിയാനായിട്ട് ഞാൻ അടുത്ത ദിവസം മെസ്സേജ് അയച്ചു. നീ അവിടെ ചെന്നോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പോയില്ല, ഞാൻ വീട്ടിൽ തന്നെയുണ്ട്, എനിക്ക് പോകാൻ പറ്റിയില്ല, എയർപോർട്ടിൽ വന്നപ്പോൾ അവർ തിരിച്ച് വിട്ടു എന്ന് പറഞ്ഞു. അവിടെ പോലീസൊക്കെ പിടിച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ് ഇറക്കി വിട്ടേ എന്നൊക്കെ പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ എമിഗ്രേഷൻ ക്ലിയർ അല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഉള്ളാപ്പാടെ തകർന്നിരിക്കുന്ന നിമിഷമായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ മാതാവിനെ പറ്റി പറഞ്ഞു. അവളും കേട്ടിട്ടുണ്ട് മാതാവിനെ പറ്റി, പക്ഷേ അവൾക്ക് ഡീപ്പായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ മാതാവിനെ പറ്റി പറയുകയും ചെയ്തു. അന്ന് തന്നെ എന്നോട് വിവരം പറഞ്ഞ ആ ദിവസം തന്നെ അവളുടെ മോൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പും തേനും കൊടുത്തു വിട്ടു. അവൾ പോയ ഓഫീസുകളിൽ അവളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് പോയ സ്ഥലത്തെല്ലാം മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. 4ാം പൊക്കം അവൾ തിരിച്ച് കയറി പോവുകയും ചെയ്തു.
അതൊരു സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ സഹോദരൻ്റെ 3 വയസ്സുള്ള മകൻ, അവൻ കഴിഞ്ഞ ഒരു 2-2.5 ആഴ്ചയ്ക്ക് മുമ്പ് ഓടിക്കളിച്ചപ്പോൾ കാല് ചെറുതായിട്ട് മടങ്ങിയായിരുന്നു. എന്നിട്ട് അവൻ ഭയങ്കരമായിട്ട് ചട്ടിയാണ് നടക്കുന്നത്. ആൾക്ക് വേദനയൊന്നും ഇല്ല, എപ്പോഴും ചട്ടി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്നും മാറുന്നില്ല. അപ്പം ആളടങ്ങിയിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല, ഭയങ്കര ഓടിക്കളിച്ച് നടക്കുന്ന ആളാണ്. അപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങുന്ന സമയത്ത് മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ആളുടെ കാലിന് യാതൊരു കുഴപ്പമില്ല. ഒരാഴ്ചയായിട്ട് അത് പൂർണ്ണമായിട്ടും മാറി. ഇപ്പം സാധാരണ ആൾക്കാർ നടക്കുന്ന പോലെ യാതൊരു കുഴപ്പമില്ലാതെ അവൻ നടക്കുകയാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കും, 2 ആഴ്ചയെങ്കിലും കൂടുമ്പം ഭക്ഷണം കൊടുക്കാൻ പോകും. ഗവൺമെൻറ് ആശുപത്രികളിൽ, ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലും തിരുവല്ല ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് പോകും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രേക്ഷിത പ്രവർത്തനം എന്ന പത്രം കൊടുക്കലാണ്. പത്രം കൊടുക്കുന്നത് ആവശ്യമുള്ളവരുടെ കയ്യിൽ മാത്രം എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണവും നന്മ നിറഞ്ഞ മറിയമേ സ്വർഗ്ഗസ്ഥനായ പിതാവെയൊക്കെ ചൊല്ലി നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പത്രം കൊടുക്കുന്നത്. പത്രം കൊടുക്കുന്നവർ നമുക്ക് അധികം നേരം നമ്മുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കുന്നവരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റും എന്നുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, അവരുടെ അടുത്ത് ഞാൻ സാക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിൽ ചിലർക്കൊക്കെ ഉടമ്പടി എടുക്കാനായിട്ട് താല്പര്യമാണ്, അവർ വരുമെന്നൊക്കെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നിരവധി പേര് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ്. ഏറെ പ്രത്യേകിച്ച് ഓരോ വ്യക്തിയും ഈ ഉടമ്പടി എന്ന പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്ന ഒരു യാത്ര എപ്പോഴും പല ആരംഭങ്ങളാണ്. അപ്പോൾ ഈ ഒരു തുടക്കത്തിൽ ഇദ്ദേഹം ആലപ്പുഴക്കാർ തന്നെ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് ഒരു തട്ടിപ്പിൻ്റെ സ്ഥലമാണെന്നുള്ളൊരു ബോധ്യം എവിടുന്നൊക്കെയോ പറഞ്ഞിട്ടുള്ള അറിവുണ്ട്. പക്ഷേ മാതാവ് തന്നെ, കാരണം ഇവിടെ ഒരു വ്യക്തിനെ കണ്ടിട്ടല്ല, ഇവിടെ ആരോ ചെയ്യുന്നൊരു പ്രേക്ഷിത പ്രവർത്തനം കണ്ടു. ആദ്യം ഒരാളെ കാണുന്നു, അദ്ദേഹം പത്രം കൊടുക്കുമ്പോഴേക്കും വേണ്ടെന്ന് പറഞ്ഞ് നിരസിക്കുന്നു. പിന്നീട് പല വ്യക്തികളായിട്ട് ഇങ്ങനെ കൃപാസനത്തിനെ റെഫർ ചെയ്ത് സംസാരിക്കുമ്പം അന്ന് പത്രം വേണ്ടെന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ സാക്ഷ്യം പിന്നീട് യൂട്യൂബിൽ കണ്ടു എന്നുള്ളത്, അത് ആ വ്യക്തിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മാതാവ് ഇങ്ങനെ എന്നെ വിളിക്കുന്നു എന്നൊരു ക്ഷണമാണെന്ന് മനസ്സിലാക്കി പിന്നീട് ഇവിടെ വന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് പിന്നീട് ഇപ്പോൾ ഈ എണ്ണിപ്പറഞ്ഞ ഓരോ കാര്യങ്ങളും. അപ്പം ഈ മാതാവിൻ്റെ ഒരു ഉടമ്പടിയുടെ ബന്ധം എന്ന് പറയുന്നത് വളരെ ഗൗരവവും സീരിയസ് ആയിട്ടുമുള്ളൊരു ബന്ധമാണ്. അതിലേക്ക് ചിലരെയൊക്കെ മാതാവ്, ഇപ്പോൾ ചില സാക്ഷ്യങ്ങളിൽ മാതാവ് ഡിറക്റ്റ് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു പോലും മാതാവ് ചില വ്യക്തികളെ ഇവിടെ കൊണ്ടുവരുന്ന എന്ന് പറയുന്ന സാക്ഷ്യങ്ങളുണ്ട്. ചില വ്യക്തികളുടെ ജീവിതത്തിന് ചുറ്റും ഇതുപോലെ മാതാവിൻ്റെ ഒരു ക്ഷണം. അപ്പം ഉടമ്പടിയിൽ ലഭിക്കുന്ന ഇപ്പം അച്ഛൻ എപ്പോഴും ആരാധനയിൽ പറയും, നമ്മൾ ഈ ഒരു പത്രം എന്ന് പറയുന്നത് മാതാവിൻ്റെ ഒരു കരം പോലെയാണ്. ഒരാളെ തൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മാതാവിൻ്റെ ഈ വലിയൊരു അടുപ്പത്തിലേക്കും ഭക്തിയിലേക്കും ഒക്കെ വിളിക്കുന്ന വലിയൊരു വിശ്വാസത്തിൻ്റെ പദ്ധതിയാണ് എന്ന് ഇവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണ്. ഇവിടെ ഏറ്റവും വലിയ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളിലൊക്കെയും ആരംഭം കിടക്കുന്നത് ഈ ഒരു എവിടെ നിന്നോ എവിടെ വെച്ചിട്ട് പോയതോ ആരോ കരങ്ങളിൽ പ്രാർത്ഥനയോടെ നൽകിയതോ ഒക്കെ ഒരു പത്രത്തിൻ്റെ. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ദൈവ സ്നേഹത്തിൻ്റെ ഒരു സദ്വാർത്ത ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൊടുക്കുവാനായിട്ട് 2 മാധ്യമങ്ങളാണ്. ഒന്ന് നവമാധ്യമങ്ങളിലൂടെ, രണ്ടാമത്തേത് ഈ പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളിലൂടെ. അപ്പോൾ ഈ ഒരു മാധ്യമത്തിലൂടെ ഒരാൾക്ക് ഇത് ലഭിക്കുമ്പം അയാൾക്കൊരല്പം മനസ്സ് പ്രാർത്ഥനയോടെ നിൽക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ ഒരു മാസം ഉണ്ടാകുന്ന 10, 600, 700ഓളം സാക്ഷ്യത്തിൽ ഒരു 100ഓളം സാക്ഷ്യം മാത്രം ഇടാനുള്ള സ്ഥലമാണ് അതിലുള്ളത്. അതും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് അച്ഛന് തോന്നുന്ന 100 സാക്ഷ്യങ്ങളാണ്. അപ്പം അത് വിശ്വാസത്തോടെ ഒരാൾ വായിക്കുമ്പം തന്നെ ഒരല്പം വിശ്വാസത്തിൻ്റെ പ്രകാശമുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു ജ്വലനുണ്ട്. അതാണ് ചിലരിവിടെ അവിടെ സാക്ഷ്യം പറയുമ്പോൾ അതും അവർ ചിലർ പറയുന്നത്. ആദ്യം കിട്ടിയപ്പോൾ തന്നെ ആശ്വാസം കിട്ടി ചിലർക്ക്. അപ്പം ഈ ഒരു വിശ്വാസത്തെ ദൈവം ആശീർവദിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നും ഇങ്ങനെയുള്ള ഒരുപാട് പേര്, ഒരുപക്ഷെ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ വന്നവരുടെ പിന്നിലുമൊക്കെ ഈ ഒരു സാക്ഷ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബൈബിൾ എന്താണെന്നുള്ള ചോദ്യത്തിനും പുതിയ നിയമത്തിലൊക്കെയും എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഒരാൾ നടക്കുന്നതിൻ്റെ, ഓരോ അപ്പോസ്തലന്മാർ നടന്നതിൻ്റെ ചരിത്രമാണ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. ഈശോ ചെയ്തതും ഈശോയുടെ നാമത്തിൽ ഓരോ അപ്പോസ്തലന്മാർ ചെയ്തു. അപ്പം ഇത് തന്നെയാണ് സാക്ഷ്യമായിട്ട് നിങ്ങളും പറയണത്. നിങ്ങൾക്ക് കിട്ടിയ ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇവിടെ മുഖവരയിൽ വിലയിരുത്തുന്നത്. അപ്പോൾ ഇനിയും ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ഈ മകൾക്ക് നൽകിയ എല്ലാ ബോധ്യത്തിനും
വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. പേര് ലിൻഡു റൈഗൺ. ഞാൻ വരുന്നത് കൊരട്ടിയിൽ നിന്നാണ്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് 14 വർഷം ജോലി ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ ഡിസംബറിൽ റിസൈൻ ചെയ്ത് വന്നു. നേഴ്സാന്ന് പറയുമ്പോൾ ഞാൻ OET പാസ്സാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൃപാസനത്തിൽ വന്നത്. ഞാനിവിടെ കൃപാസനത്തിൽ വന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ജീവിത പങ്കാളി നല്ലതായിട്ടൊരു മദ്യപാനിയായിരുന്നു. മദ്യപാനി എന്ന് മാത്രമല്ല, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഉപദ്രവങ്ങളും, വീട്ടിൽ സമാധാനവും സന്തോഷവും ഒന്നും ഇല്ലാത്ത ഒരു ആത്മീയ ജീവിതങ്ങളോ ഒരു കൗതാശിക ജീവിതങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു എൻ്റെ ഏട്ടായി. ഞാൻ സൗദിയിൽ നിന്ന് 1 മാസത്തിനാണ് ഞാൻ അവധിക്ക് വരിക. ആ 1 മാസം കരഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോവുക. കാരണം അത്രയ്ക്ക് വിഷമമായിരുന്നു ആ 1 മാസം തന്നെ വീട്ടിൽ നിൽക്കണ കാര്യം. അപ്പച്ചനും അമ്മച്ചിയുണ്ട് വീട്ടിൽ. അവരെനിക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു. ഏട്ടായുടെ അപ്പച്ചനും അമ്മച്ചിയും. ഞങ്ങൾക്കൊരു മോനാണുള്ളത്. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ ഏട്ടായോട് ചോദിച്ചു പോയിക്കോട്ടെ എന്ന് സമ്മതിച്ചില്ലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ചോദിക്കുമ്പം ഓരോ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് മാറി മാറി ഞാൻ നടക്കുമായിരുന്നു മാനസാന്തരത്തിന് വേണ്ടിയിട്ട്. അവസാനം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, വെക്കേഷന് വരുമ്പം ഫ്ലൈറ്റ് നീ കൃപാസനത്തിൽ ഇറങ്ങിക്കോ, അവിടെ നിന്നിട്ട് അവിടെ നിന്ന് തന്നെ കയറിപ്പോയിക്കോ, നീ വീട്ടിലോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മാതാവിനറിയാം മോളുടെ വിഷമങ്ങളൊക്കെ, അപ്പം മോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് വിസിറ്റിംഗ് വിസയ്ക്കായിട്ട് ഞാൻ ഏട്ടാനെ കൊണ്ടുപോയപ്പം അവിടെ വെച്ച് എൻ്റെ അനിയൻ അവിടെയുണ്ട് സൗദിയിൽ, ഇളയ അനിയൻ. അപ്പം അവൻ പറഞ്ഞു, അളിയ ചേച്ചനെ കൊണ്ട് OET എക്സാം എഴുതിക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ, അതിന് മുമ്പും ഞാൻ OET എക്സാം ഏട്ടായോട് ചോദിച്ചായിരുന്നു എഴുതാനായിട്ട്. പിന്നെ എനിക്ക് എഴുതാൻ പേടിയെന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സാം എഴുതി അവിടെ ചെല്ലുമ്പോൾ യൂറോപ്യൻ കൺട്രികളിൽ മദ്യം ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ്. നാട്ടിൽ തന്നെ ഇതാ അവസ്ഥയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സഹായത്തിനില്ല. ഇവിടെ അറ്റ്ലീസ്റ്റ് എൻ്റെ അപ്പനും അമ്മയും ഉണ്ടെങ്കിലെന്ന് വിചാരിക്കാം. എൻ്റെ എല്ലാ ഏട്ടായുടെ അപ്പച്ചനും അമ്മച്ചി. അങ്ങനെ OET എക്സാം എഴുതാൻ ഏട്ടായി എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, ഓക്കെ ഞാൻ OET എക്സാം എഴുതാം, അങ്ങനെയാണെങ്കിൽ എക്സാമിന് മുമ്പ് എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഏട്ടായി പറഞ്ഞു, കൃപാസനത്തിൽ പോയാൽ നീ പാസ്സാവുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പുണ്ടെന്ന്. ഞാൻ ഈ എൽത്താരയിൽ നിന്ന് പറയാം, ഞാൻ ഇതുവരെ OET എക്സാം എഴുതാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ അന്ന് വന്നതും OET എക്സാമിന് വേണ്ടിയല്ല. ഞാൻ 4 പ്രാവശ്യം എഴുതി, ഇപ്പോഴും ഞാൻ OET എക്സാം പാസ്സായിട്ടില്ല. അങ്ങനെ ഏട്ടായി എന്നെ സമ്മതിച്ചു, ഇവിടെ കൊണ്ടുവരാമെന്ന് സമ്മതിച്ചു. ഞാൻ 4-ാം തീയതി വെക്കേഷൻ കഴിഞ്ഞ് വന്നു. 6-ന് എക്സാം, 5-ാം തീയതി ഞാനിവിടെ വന്നു. ഏട്ടായി പറഞ്ഞു, ഞാൻ അകത്തോട്ടൊന്നും കയറത്തില്ല, ഞാൻ പുറത്ത് നിൽക്കുള്ളൂ, നീ പോയി പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. അമ്മയും മോനും ഉണ്ടായിരുന്നു. അവർ രണ്ടും പുറത്ത് ഇവിടെ പിന്നിലിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ പോയി. അപ്പോൾ ഓരോ പ്രാവശ്യം ആ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴും ഞാൻ ഇവരെ നോക്കിയപ്പോൾ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ ഞാൻ ഇവരെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇവരെന്താ പോയോ എന്തോ എന്ന് വിചാരിച്ചു. എന്നാലും ഞാൻ ശ്രദ്ധിച്ചില്ല, ഉടമ്പടിയിൽ ശ്രദ്ധിച്ചു. ഞാൻ ഉടമ്പടി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏട്ടായി ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവിടെ കയറില്ല എന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരാൾ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചോദിച്ചു, എന്താ ഏട്ടായി ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മയ്ക്ക് ചെറുതായിട്ട് തല ഇറങ്ങി, ഞാൻ അവരെ വണ്ടിയിലിരുത്തി, നിനക്ക് വഴി അറിയാത്തവരുടെ ഞാൻ ഇവിടെ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത് പോയി. പിറ്റേ ദിവസം എക്സാം എഴുതി, എക്സാം പാസ്സായില്ല. അപ്പോൾ പിന്നെ അതിനുശേഷം അതിനുള്ള വഴക്കായി. നിനക്ക് മാതാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ പാസ്സാവെന്ന് പറഞ്ഞു, നീ പാസ്സായില്ല, എന്തിനാ അവിടെ വരെ പെട്രോൾ കാശ് കളഞ്ഞു, അങ്ങനെ അതിൻ്റെ പേരിലായി പിന്നത്തെ വഴക്ക്. അങ്ങനെ ഓരോ കാരണങ്ങളായി മാറി മാറി വന്നു. മദ്യപാനം അതിൻ്റെ ഇരട്ടിയായി. ഉപദ്രവം മാത്രമല്ല, നാട്ടിലാണെങ്കിലും നാട്ടുകാർക്കും ഏട്ടാനെക്കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ റൈഗണെന്ന് പറഞ്ഞാൽ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് പൊട്ട സ്വഭാവവും കൂട്ടുകെട്ട് എല്ലാ അടിപിടി കേസുകളിലും എല്ലാത്തിലും ഉണ്ടാവുമായിരുന്നു ഏട്ടായി. ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി. 1 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ഉടമ്പടി പുതുക്കി. അന്നും ഇതുപോലെ എന്നോട് പുതുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി OET പാസ്സാവാതെ നീ ഇനി കൃപാസനത്തിൽ പോവില്ല എന്ന് പറഞ്ഞു. അന്നും ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, മാതാവിനറിയാം മോളുടെ സങ്കടം, മോള് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയും കൂടെ സപ്പോർട്ടൊക്കെ നിന്ന് അമ്മയും ഞാനും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി. അതിനുശേഷം ഈ 2021-ലാണ് ഞാൻ 2021 ഡിസംബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. 2023 സെപ്റ്റംബർ 1-ാം തീയതി, അതായത് മാതാവിൻ്റെ 8 നോമ്പ് തുടങ്ങുന്ന സമയത്ത് ഞാൻ സൗദിയിലാണ്. ഇവിടെ അന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 1-ന്. ബർത്ത്ഡേ കഴിഞ്ഞു. ഏട്ടായി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, കിടന്നുറങ്ങി. ഏട്ടായിക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അന്ന് രാത്രി ആരോ വാതിലെ മുട്ടി ഏട്ടായിയുടെ റൂമിലേക്ക് കയറി. ഏട്ടായിയുടെ എന്തൊക്കെയോ കുറേ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഏട്ടായി ചെയ്ത കാര്യങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചെന്നാണ് ഏട്ടായി പറയുന്നത്. ആരാന്ന് ഏട്ടായിക്കും അറിയത്തില്ല. എന്താണേലും അതിനുശേഷം ഏട്ടായിക്ക് മനസ്സിൽ എന്തൊക്കെയോ കുറ്റബോധം തോന്നി. ഒരുപാട് കരഞ്ഞു എൻ്റെ അടുത്ത്. ചെയ്ത തെറ്റുകൾക്കൊക്കെ എന്നോട് മാപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഡിസംബറിൽ, ഈ 2023 ഡിസംബറിൽ ഞാൻ റിസൈൻ ചെയ്ത് വന്നു. സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇവിടെ വന്നു. ഏട്ടായി പറഞ്ഞു, ഏട്ടായിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അപ്പച്ചനും അമ്മച്ചിയും അത്ര ഒരു ആത്മീയതയിൽ പ്രാർത്ഥിക്കുമെന്നല്ലാതെ കൂടുതലൊരു ആത്മീയതയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഏട്ടായിനെ കൊണ്ടുപോയി ഞങ്ങളുടെ അടുത്തുള്ള ഒരു കപ്പൂച്ചിൻ ആശ്രമമുണ്ട്, അവിടെ ഒരു അച്ഛനെ കണ്ടു. അച്ഛൻ്റെ അടുത്ത് ഒരു 1.5 മണിക്കൂർ നേരം ഏട്ടായി കുമ്പസാരിച്ചു. കരഞ്ഞ് എല്ലാ തെറ്റുകളും, ജനിച്ച അന്ന് മുതലുള്ള തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഏട്ടായി കുമ്പസാരിച്ചു. അതിനുശേഷം ഏട്ടായിക്ക് ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഇപ്പോൾ ഏട്ടായിക്ക് ഇരിക്കാൻ പറ്റില്ല, ഏട്ടായിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു ദിവസം പോലും ഏട്ടായി ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ദിവസങ്ങളില്ല. കുടുംബ പ്രാർത്ഥനയില്ല, കൗതാശിക ജീവിതങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരാൾ
ഞാൻ ഈ 2021 ഡിസംബറിൽ ഉടമ്പടി വെച്ചു. ആ ഉടമ്പടിക്ക് ശേഷമുള്ള പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി വസ്തുക്കളിലൂടെയുള്ള അത്ഭുതങ്ങളിലൂടെയും ഇന്ന് എൻ്റെ ഏട്ടായി കുമ്പസാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ഉണ്ടായിട്ടേ ഇല്ല ഇതുവരെ. ഞാൻ ഒരു മാസം വരുമ്പോഴാണ് കുടുംബ പ്രാർത്ഥന എത്തിക്കാം. അപ്പോൾ ആ ദിവസങ്ങളിലാണെങ്കിൽ ഇതുപോലെ രാത്രി മദ്യപിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അന്നും ഇല്ല കുടുംബ പ്രാർത്ഥന. അങ്ങനെയായിരുന്നു വീട്ടിലെ അവസ്ഥ. പക്ഷേ ഇന്ന് എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് എൻ്റെ ഏട്ടായിയാണ്. അതുപോലെ പള്ളിയിൽ പോകാനാണെങ്കിലും ഏറ്റവും ആദ്യം ഡ്രസ്സ് മാറി ഇറങ്ങുന്നത് എൻ്റെ ഏട്ടായിയാണ്. അതും ഞങ്ങളുടെ ഇടവക എന്ന് പറയുന്നത് കൊച്ചുരസ് പുണ്യാളത്തിൻ്റെയാണ്. പക്ഷേ ഏട്ടായിക്ക് എന്തോ മാതാവിനെ കണ്ടു എന്നാണ് ഏട്ടായി പറയുന്നത്. മാതാവിൻ്റെ പള്ളിയിൽ ചെന്നിട്ട് കുർബാന സ്വീകരിക്കണം അല്ലെങ്കിൽ കുർബാന കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫൊറോന കൊരട്ടിമുത്തി എന്ന തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ എല്ലാ ദിവസവും വൈകിട്ട് പോയി, അവിടെ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ മാത്രം ഞങ്ങളുടെ ഇവിടെ പോയി ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ വളരെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. അത് ഈ അത്ഭുതം ആദ്യമേ പറയാൻ കാരണം ഒരു എക്സാം പാസ്സായെങ്കിൽ എല്ലാവരും വിചാരിക്കും ഞാൻ പഠിച്ചിട്ടാണ്, അതല്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ട് മാറിയതാണെങ്കിൽ വിചാരിക്കാം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണെന്ന്. പക്ഷേ എനിക്ക് നാട്ടിലും വീടിനും മുമ്പിൽ ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയത്തക്ക വണ്ണം എൻ്റെ കഴിവല്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കഴിവല്ല, ദൈവം പ്രവർത്തിച്ചതെന്ന് തെളിയിത്തക്ക വണ്ണം വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം തന്നെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. ഈ ഉടമ്പടിയിൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ എനിക്ക് അതിന് മുമ്പും കിട്ടിയിരുന്നു. പക്ഷേ ഏട്ടായുടെ മാനസാന്തരം ആയിരിക്കണം ആദ്യത്തെ സാക്ഷ്യമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അത് സംഭവിച്ചു. ഇപ്പോൾ 6 മാസമായി ഏട്ടായി മദ്യപിച്ചിട്ടില്ല. വിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും കൊന്തയും അതുപോലെ ബൈബിളൊക്കെ ആയിട്ട് വളരെയധികം ആത്മീയ ജീവിതത്തിൽ തന്നെ ഏട്ടായി പോകുന്നു. പിന്നീട് എൻ്റെ അനിയനാണ്. അനിയന് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവന് സിംഗപ്പൂരിലാണ് വർക്ക് ചെയ്തത്. അവിടെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം അവന് തിരിച്ചു പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരുപാട് വിഷമിച്ചു. കാരണം കല്യാണം കഴിച്ചത് സിംഗപ്പൂരാണെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അവനും വിഷമം, വൈഫിനും ആകെ സങ്കടമായി. അങ്ങനെ ഞാൻ അവൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി കഴിഞ്ഞ് 3-ാം മാസം അവൻ്റെ പോക്കെല്ലാം ശരിയായി. അതിന് മുമ്പ് അവൻ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും ശരിയായി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 3-ാം മാസത്തിൽ അവൻ പോകാനെല്ലാം ശരിയായി. അവനിപ്പോൾ ക്രൊയേഷ്യയിൽ ഇപ്പം പോയിട്ട് 1 വർഷമായി നല്ലതായിട്ട് വർക്ക് ചെയ്യണു. പിന്നെ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് സൗദിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു സ്റ്റാഫാണ്. അവളാണെങ്കിൽ ഇതുപോലെ എക്സിറ്റ് പോരാൻ നേരത്ത് അവളുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ഹോസ്പിറ്റലുകാർക്ക്. അപ്പം അവൾ അറിയാതെ തന്നെ അവളൊരു കേസിൽ പെട്ടിരിക്കുകയാണ്. അതായത് മൊബൈൽ നമ്പർ ഹാക്ക് ചെയ്ത് ആരോ വിളിച്ചിട്ട് അവളുടെ നമ്പർ ആക്കിയിട്ട് അതുകൊണ്ട് അവൾക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല. അപ്പം സൗദി അറേബ്യയിൽ ഒരു കേസിലൊക്കെ പെടാന്ന് വെച്ചാൽ അതൊരു 5-6 വർഷം നമുക്ക് നാട്ടിലേക്കൊന്നും വരാൻ പറ്റില്ല. നാട്ടിലേക്കെന്നല്ല, സൗദി വിട്ട് ഒരു രാജ്യത്തേക്കും പോകാൻ പറ്റില്ല. അങ്ങനെ അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുക ചേച്ചി, ഇങ്ങനെ പറ്റുന്നില്ല, എനിക്ക് കുഞ്ഞിനും ഹസ്ബൻഡിനും ഓൾറെഡി എക്സിറ്റ് അടിച്ചു, എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ അവൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് 1.5 മാസത്തിനുള്ളിൽ കോടതി അവളെ നിരപരാധിയാണെന്നും അവളുടെ പേരിൽ കേസൊന്നും ഇല്ല എന്നും പറഞ്ഞ് എക്സിറ്റ് അടിച്ചു. അവൾ അത് നാട്ടിൽ വന്നു. അതിനുശേഷം ഇപ്പോൾ UK പോയി, ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് അവളും ഫാമിലിയും താമസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് അതുപോലെ ഞങ്ങളൊരു പ്രാവശ്യം OET എക്സാം എഴുതാനായിട്ട് റിയാദിൽ പോയപ്പം എൻ്റെ അനിയനാണ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നത്. അന്ന് ബുക്ക് ചെയ്തപ്പം ഇവളുടെ ഫോട്ടോയ്ക്ക് പകരം അവൻ്റെ വൈഫിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഇൻ്റർനാഷണൽ എക്സാമാണ് OET. അപ്പം അവർ സമ്മതിച്ചില്ല എക്സാമിന് കയറാനായിട്ട്. എന്നെ കയറ്റി, അവളെ കയറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവളെ തിരിച്ച് വിടണം എന്നൊക്കെ പറഞ്ഞവരിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഇതുപോലെ മാതാവിനോട് എക്സാം ഹാളിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അവളെ എക്സാമിന് കയറ്റുവാണെങ്കിൽ ഞാൻ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, ഇവളെ ഒരു സാക്ഷിയാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അതുപോലെ തന്നെ 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ അവളെ എക്സാമിന് കയറ്റി, ഒരു കുഴപ്പമില്ലാതെ അവളുടെ ഫോട്ടോ മാറ്റി, അവളുടെ ഫോട്ടോ തന്നെ ആക്കി, ഒരു തടസ്സവും ഇല്ലാതെ അവൾ എക്സാം അറ്റൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ എൻ്റെ അമ്മായിയമ്മ, അതായത് ഏട്ടായുടെ അമ്മയ്ക്ക് ലിവർ സിറോസിസ് വന്നു. അതായത് മുമ്പേ ഉള്ളതാണ്. പിന്നെ വീട്ടിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ അത് നന്നായിട്ട് കൂടി. അപ്പോൾ എനിക്കെന്ന് പറയണത് ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഒരു കാര്യവും ഞാൻ പറയാറില്ല. എൻ്റെ ഡാഡിക്കും മമ്മിക്കും ഒന്നും അറിയില്ല. അപ്പം ഞാൻ കൂടെ എൻ്റെ സങ്കടങ്ങൾ പറയണത് എൻ്റെ ഇളയ അനിയനോടാണ്. മൂത്തനിയൻ അവൻ്റെ പ്രാരാബ്ദങ്ങൾ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയാറില്ല. ഇളയ അനിയനാണോടെ ഞാൻ എല്ലാം പറയാം. അപ്പം ഈ വീട്ടിലെ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണുന്നതും എന്നെ സഹായിക്കുന്നതൊക്കെ എൻ്റെ അമ്മായിമ്മയാണ്. ഞാൻ വെക്കേഷന് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കാണ് ടെൻഷൻ. റൂമിൻ്റെ പുറത്ത് കാവലാണ്, കാരണം ഉള്ളിലേട്ടായി എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മയും മോനും ഉറങ്ങാതെ എനിക്ക് കാവലിരിക്കും. അപ്പോൾ ആ അമ്മയ്ക്ക് ഒരു വയ്യായി വന്നെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം അമ്മയും കൂടെ ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു. അങ്ങനെ അമ്മ ഒരു എൻഡോസ്കോപ്പി ചെയ്തു. ഡോക്ടറെ കണ്ട് എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അമ്മയുടെ വെയിൻ ഭയങ്കരമായിട്ട് വീർത്തിരിക്കുക, അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. അപ്പോൾ അത് അമ്മയ്ക്ക് BP ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം, അതിനൊരു ബാൻഡ് ഇടണമെന്ന് പറഞ്ഞു. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം ഏട്ടാ ഇങ്ങനെ ആയതുകൊണ്ട് ആരും അമ്മയ്ക്ക് ഒരു സഹായത്തിനൊന്നും ഇല്ല. അപ്പം അമ്മയുടെ അനിയത്തിയുടെ മോളെയും കൊണ്ടാണ് പോണത്. അങ്ങനെ അവളെയും കൊണ്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ പോയിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പറഞ്ഞു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് എൻഡോസ്കോപ്പിക്ക് കയറ്റിയപ്പം ഡോക്ടർ പറയുന്നത് ആ വീർത്തിരിക്കുന്ന വെയിൻ അവിടെ ഇല്ല, അത് നന്നായിട്ട് ചുങ്ങി, ഇനി ബാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്.
എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങി വന്നു. ചെറുതായിട്ട് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അന്ന് ബാൻഡൊന്നും ഇടാതെ സന്തോഷമായിട്ട് അമ്മ ഇറങ്ങി വന്നു. എനിക്ക് തന്ന ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, പരിശുദ്ധ അമ്മ വഴി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പത്രം മേടിച്ച് കൊടുക്കാറുണ്ട്. അത് ഞാൻ ഹോസ്പിറ്റലുകളിൽ അധികം കൊടുക്കാറില്ല. ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ കൂടുതലും പത്രം കൊടുക്കാറ്. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഒരു ശിശുഭവൻ എന്ന് പറഞ്ഞൊരു ആരോഗ്യ കേന്ദ്രമുണ്ട്. കുഞ്ഞുങ്ങളാണ്, 2 മാസം മുതൽ 1.5 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്കാണെങ്കിൽ ലാക്ടോജനി, അൺവാണ്ടഡ് പ്രഗ്നൻസിയൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുഞ്ഞുങ്ങളാണ് അവിടെ. അപ്പോൾ അവർക്ക് ഈ ലാക്ടോജനാണ് കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ട ലാക്ടോജൻ, ഞങ്ങളൊരു 3-4 പേരുണ്ട് അവിടെ, അവരെല്ലാവരും കൂടെ മേടിച്ച് ലാക്ടോജൻ കൊണ്ടു കൊടുക്കും. അതുപോലെ മെഡിക്കൽ കോളേജുകളിലേക്ക് പൊതിച്ചോറ് കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ അവിടെ നിന്ന് വരാറുണ്ട് ആൾക്കാർ. അപ്പം അങ്ങനെ അവർക്ക് പൊതിച്ചോറും ഒക്കെ കൊടുക്കും. അപ്പോൾ പൊതിച്ചോറ് പൊതിയുമ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ വിശുദ്ധ തൈലം ഒഴിക്കും, പ്രാർത്ഥിച്ച് ഇത് കഴിക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കണേ, അവർക്ക് പ്രാർത്ഥനയിലേക്കോട്ടൊക്കെ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യാറുള്ളത്. കൃപാസന പത്രം ഞാൻ പറഞ്ഞ പോലെ സ്റ്റാൻഡുകളിലാണ് കൂടുതലും കൊടുക്കാറുള്ളത്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കോയമ്പത്തൂർ ഒരു എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ ഇവിടെ വന്ന് തമിഴ് പത്രം മേടിച്ചിട്ട് പോയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഒരു കെട്ട് തമിഴ് പത്രം കൊടുത്തു. ബാക്കിയെല്ലാം നാട്ടിൽ തന്നെ സ്റ്റാൻഡുകൾ, കാരണം വീടുകളിൽ കൊടുക്കാൻ അവിടെ ഒത്തിരി പേര് ഉടമ്പടി എടുത്തിരിക്കുന്നവർ. അപ്പോൾ വീടുകളിൽ പത്രങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവർ വായിക്കുന്നൊന്നുമില്ല, അത് വെറുതെ ഇടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴികളിലാണ് കൂടുതലും കൃപാസന പത്രം കൊടുക്കാറുള്ളത്. ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. കാരണം സൗദി അറേബ്യയിൽ എനിക്ക് കുർബാന കൂടാൻ പറ്റാറില്ല. കുർബാനയൊക്കെ ഉണ്ട്, പക്ഷേ ഏട്ടായി സമ്മതിക്കാറില്ല പള്ളിയിലൊന്നും പോകാനായിട്ട്. അപ്പം ആദ്യം ഞാൻ വിചാരിക്കും ഏട്ടായി സമ്മതിക്കുന്നില്ലല്ലോ, ദൈവത്തിന് അറിയാലോ എൻ്റെ കാര്യം, അതുകൊണ്ട് കുർബാന കൂടിയില്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ ഒരു മാനസികാവസ്ഥയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ഓൺലൈൻ കുർബാന എന്നും രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഓൺലൈൻ കുർബാന കണ്ടിട്ടാണ് പോവാം. പിന്നെ സൗദിയിലായിരുന്നപ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ അത്ര സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടിൽ വന്നതിന് ശേഷം എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ കുമ്പസാരിക്കും. അതുപോലെ വിശുദ്ധ കുർബാനയിലാണെങ്കിലും വളരെ ആത്മീയതയോടു കൂടി കുർബാന കൊള്ളുവാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചു. അതുപോലെ ദൈവം തന്ന സഹനങ്ങളെല്ലാം സഹിക്കാനുള്ള ഒരു കൃപ. മുമ്പൊക്കെ ഞാൻ പറയുമായിരുന്നു ഞാൻ മരിക്കും, അമ്മേനോട് ഞാൻ പറയും വെക്കേഷന് വരുമ്പോൾ അമ്മ വിഷം മേടിച്ച് വയ്ക്കാം, നമുക്ക് 3 പേർ കൂടെ മരിക്കാം, അവർ ജീവിക്കട്ടെ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ദൈവം തന്നത് സഹനങ്ങളിൽ സഹിക്കാനുള്ളൊരു കൃപ എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടി. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവാക്യം ഇപ്രകാരം അരുളി ചെയ്യുന്നു: അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, മദ്യപാനിയായ ഹസ്ബൻഡിൻ്റെ കാര്യം, അതായത് അതുമൂലമൊക്കെ കുടുംബത്തിലും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ തനിക്കും മറ്റുള്ളവർക്കുമൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന അസ്വസ്ഥതകൾ, ഇതിലൂടെയൊക്കെ ഒത്തിരിയേറെ മാനസികമായിട്ടൊക്കെ വിഷമിച്ചു, മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യങ്ങൾ, അതിൽ നിന്നൊക്കെ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ഹസ്ബൻഡിന് വരുന്ന മാറ്റം തന്നെയാണ് ആദ്യമേ ഈ മകൾ പറഞ്ഞത്. ഇന്ന് ഏറ്റവും നല്ല വ്യക്തിയായിട്ട്, കുടുംബത്തിനും സമൂഹത്തിനും നാടിനും പ്രിയപ്പെട്ട വ്യക്തിയായിട്ട്, ആത്മീയ ജീവിതത്തിൽ ഈശോയുടെ മകനായിട്ട് വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ആ മകൻ ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. അങ്ങനെ ഉടമ്പടി തൻ്റെ ഹസ്ബൻഡിനെ തന്നെയാണ് ആദ്യമേ ഒരു നന്മയിലേക്ക് നയിച്ചത്. പിന്നീട് താൻ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ അവർക്കൊക്കെ കിട്ടിയ കൃപകൾ, തൻ്റെ അമ്മയുടെ രോഗസൗഖ്യം, ഇങ്ങനെ ഒത്തിരിയേറെ കൃപകൾ ഈ മകൾക്ക് ലഭിച്ചു. എല്ലാറ്റിലും ഉപരിയായി ഈശോയോടൊന്നിച്ച് ജീവിക്കുവാൻ തൻ്റെ സഹന ജീവിതം ദൈവം തന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും അതൊന്നും തനിക്കൊരു തിന്മയായി ആവുകയില്ല. തൻ്റെ സഹനങ്ങളെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് മുമ്പോട്ട് പോകുവാൻ ഈ മകൾക്ക് കഴിയുന്നു. കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനൊക്കെ എത്രമാത്രമാണ് ഈ മകള് സമയമെടുക്കുന്നത്, ഉത്സാഹം കാണിക്കുന്നത്. തൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ സൗദിയിൽ അവിടെയും ഇന്ന് എങ്ങനെ തനിക്ക് ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് ഈ മകളെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങ് പോന്നു, എന്നിരുന്നാലും അതുവരെയും എങ്ങനെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എൻ്റെ പേര് എബി മാത്യു. ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്ന ഞാൻ വൈഫ് ഒത്ത് ഫാമിലിയായിട്ട് സൗദിയിലൊരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 2021-22 കാലയളവിൽ എൻ്റെ 22 കാലയളവിൽ എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ട്
അപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ എനിക്ക് ജോലി കൂടാതെ എൻ്റെ ഒരു പാർട്ണറും കൊടുത്ത് ഒരു കഫ്റ്റീരിയ അവിടെ നടത്തിയിരുന്നു. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. അതുകൂടാതെ കഫ്റ്റീരിയ ആദ്യം നല്ല ലാഭത്തിലൊക്കെ ആയിരുന്നു. പിന്നെ കൊറോണ വന്ന ആ സമയങ്ങളിൽ ആ കഫ്റ്റീരിയ വലിയ നഷ്ടത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടത്തിലേക്ക് പോയി. അതൊരു മൈനസിലേക്കായിരുന്നു. ഡെയിലി അതിലേക്ക് പൈസ വെക്കേണ്ട അവസ്ഥയിലായിരുന്നു അത് നടന്നുകൊണ്ട് പോകാൻ വേണ്ടി. അതിൻ്റെ സാലറി, അതിൻ്റെ റെൻറ്റ്, അങ്ങനെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് വെക്കണം. അപ്പോൾ ആദ്യമൊക്കെ കയ്യിലുള്ള പൈസ വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ കടം വാങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോയി നടത്തേണ്ട അവസ്ഥയിലായി. ആ കടം പെരുകി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പിന്നെ റൂമിൻ്റെ പുറത്തിറങ്ങാത്തല്ലാത്ത അവസ്ഥയായി. ഫോണൊക്കെ മിക്കവാറും സ്വിച്ച് ഓഫ്. അങ്ങനെ കടക്കാർ വിളിക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്ന പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ആ സമയങ്ങളിൽ ആ കട ലാസ്റ്റ് അത് ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്ന് മക്കളൊത്ത് നാട്ടിലേക്ക് വന്ന് ആ സമയങ്ങളിൽ ഞാൻ കൃപാസനത്തെക്കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ട്. കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അത് അത്രയും ഒരു സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ചൊന്നും ഗൗരവത്തിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കതിനെക്കുറിച്ചൊരു വലിയ വിശ്വാസമൊന്നും തോന്നിയിരുന്നില്ല. കാരണം ഇത് ഒരു യേശുവിനെ വിറ്റ് കച്ചവടം നടത്തുന്ന ഒരു പരിപാടി എന്നാണ് എനിക്ക് ആദ്യം തോന്നിയിരുന്നത്. കാരണം പത്രം കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നിയത് ഒരു യേശുവിനെ വിൽക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നിയിരുന്നത്. അപ്പോൾ എനിക്കതിലും വിശ്വാസം തോന്നിയിരുന്നില്ല. പിന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്, അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് നീ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞ് അമ്മ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ വന്ന വഴിക്ക് ഞാനിവിടെ വന്നിട്ട് ഞാൻ ആ സമയങ്ങളിൽ ഞാൻ അവിടെ നിന്ന് പോരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്താലും അവിടെ നിന്ന് പോരാൻ പറ്റുന്ന വെച്ചാൽ എനിക്ക് അവിടെ നിന്ന് ഓരോ പേപ്പറുകൾ, എൻ്റെ മക്കളുടെ പേരുള്ള പേപ്പറുകളൊന്നും ശരിയായി കിട്ടില്ല. അപ്പോൾ ആ സമയങ്ങളിൽ എൻ്റെ അമ്മ ഇവിടെ വന്ന് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഒരു ദിവസം പേപ്പർ ശരി, അന്ന് എൻ്റെ അമ്മ ഒരു നേർച്ച നേർന്ന് വെച്ചാൽ ഇവിടെ അവൻ നാട്ടിൽ വരികയാണെങ്കിൽ നാട്ടിൽ വരുന്നത് നേരത്തെ എയർപോർട്ടിൽ നിന്ന് കൃപാസനത്തിലേക്കായിരിക്കുമെന്ന്. അങ്ങനെ അത് ഞാൻ ഈ വർഷം ഒക്ടോബർ മാസത്തിൽ ഇവിടെ അളകണ്ട ജപമാല നടക്കുന്ന സമയത്താണ് നാട്ടിൽ വന്ന് എനിക്ക് ആ ജപമാലയിൽ പങ്കെടുക്കാനും സാധിച്ചു. അന്നാണ് ഞാൻ നാട്ടിൽ വന്ന് മാതാവിനെ നേരിട്ട് കാണുന്നത്. പിന്നെ അപ്പോഴും എൻ്റെ കടങ്ങളും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ജോലിയില്ല. ആ സമയങ്ങളിൽ എൻ്റെ അമ്മയും എൻ്റെ അനിയനും വന്ന് ഉടമ്പടി എടുത്ത്, എൻ്റെ അനിയന് അങ്ങനെ അവനൊരു പ്രോപ്പറായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനൊരു ജോലി കിട്ടി. അവൻ US പോയി. അവൻ സ്വപ്നം കാണാത്തൊരു സാലറി ഇപ്പോൾ അവൻ ചോദിച്ചു അവൻ US ജോലി എന്ന്. അങ്ങനെ അവൻ എന്നോട് പറഞ്ഞ് നീ കൃപാസിൽ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് കൃപാസിൽ ഉടമ്പടി എടുത്ത് ഞാനും US അപ്ലൈ ചെയ്തപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് ആദ്യം ഒരു ഡേറ്റ് കിട്ടിയെങ്കിലും അത് ഡേറ്റ് നഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയെങ്കിലും ഞാൻ ഒത്തിരി എൻ്റെ പ്രാർത്ഥനയിലുള്ള വിശ്വാസമൊന്നും നഷ്ടപ്പെട്ടില്ല. ആദ്യമൊക്കെ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു. പിന്നീട് അത് മുടങ്ങാതെ പള്ളിയിൽ പോവുക. പിന്നെ ഉടമ്പടി എടുത്ത പിന്നെ വെച്ചാൽ മാസത്തിൽ ഞാൻ വല്ല കാലത്താണ് കുമ്പസാരിച്ചിട്ടുള്ളത്. ഈസ്റ്ററിന്, ക്രിസ്മസിന്, അങ്ങനെയൊക്കെ ഒരു കുമ്പസാരമായിരുന്നു. ഇപ്പം ഞാനത് മാറ്റി കുമ്പസാരം 2 ആഴ്ചയിലേക്ക്, ഒരു മാസത്തിലൊരിക്കൽ, 10 ദിവസം കൂടുമ്പോൾ, അങ്ങനെ ഇതിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്ന് അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് ആ പ്രശ്നങ്ങളിൽ ഒരു സങ്കടം തോന്നി. കാരണം മാതാവ് ഭയങ്കര ധൈര്യം തന്നിരുന്നു. വീണ്ടും എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. ഞാൻ ആദ്യം ബോംബെക്ക് പോയപ്പോൾ ആ സമയത്ത് ആദ്യം വന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ ബയോമെട്രിക്ക് പങ്കെടുക്കുമ്പോൾ ആദ്യം വന്ന ടെക്നിക്കൽ മിസ്റ്റേക്ക് വീണ്ടും വന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശ് രൂപം ഇരുന്നിരുന്നു. അപ്പോൾ ഞാൻ ആ ഉടമ്പടി കാശ് രൂപം അവരെ കമ്പ്യൂട്ടറിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, ആ ഹിന്ദിക്കാരെ ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു എൻ്റെ മാതാവിനോട്. അങ്ങനെ അത് ആ കടമ്പ കഴിഞ്ഞ് അത് പാസ്സായി. പിന്നെ എനിക്ക് അതിൻ്റെ ഡേറ്റ് കോൺസുലേറ്റിൻ്റെ ഡേറ്റ് കൽക്കട്ടയായിരുന്നു. അങ്ങനെ കൽക്കട്ട ഇൻ്റർവ്യൂവിന് പോയി. ആ സമയങ്ങളിൽ എൻ്റെ ഞാനിങ്ങനെ ക്യൂവിന് നമ്മൾ ഇൻ്റർവ്യൂവിന് നിൽക്കുമ്പം എൻ്റെ മുന്നിൽ കൗണ്ടറിൽ നിന്നിരുന്ന ഒരു നേപ്പാളിയാണ് ഇൻ്റർവ്യൂവിന് നിന്നിരുന്നത്. അപ്പോൾ അവരോട് US ഉദ്യോഗസ്ഥ ഒത്തിരിയേറെ ഇംഗ്ലീഷിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയധികം ഇംഗ്ലീഷൊന്നും പറയാൻ അറിയില്ല. എനിക്ക് അവർ എന്ത് ചോദിക്കുന്നത് മനസ്സിലാവും, പക്ഷേ എനിക്ക് അത്രയേറെ തിരിച്ച് പറയാൻ അറിയില്ല. അങ്ങനെ എനിക്ക് ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് എൻ്റെ കയ്യിലുള്ള കാശ് രൂപ മാതാവിനോട് ഈശോയോടും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മാതാവേ നീ ഇടപെടണം, എനിക്ക് നീ എന്നെ ഈ വിസയില്ലാതെ കൽക്കട്ടയിൽ നിന്ന് തിരിച്ചയക്കരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയങ്ങളിൽ എൻ്റെ നമ്പറായപ്പോൾ ഞാൻ അവരെന്നെ വിളിച്ച്. അപ്പോൾ അവരെന്നോട് 4 കാര്യങ്ങൾ ചോദിച്ചുള്ളൂ. എബിന് മുമ്പ് എവിടെ ജോലി ഇരുന്നത്, എബിയുടെ ജോലി എന്താണ്, എന്നാണ് US പോകുന്നത്, അങ്ങനെ വെറും സിമ്പിളായിട്ട് 4 കാര്യങ്ങൾ. അതിനുശേഷം അവരെന്നോട് പറഞ്ഞു യു ആർ സെലക്റ്റഡ്, ഗീവ് മീ യുവർ പാസ്പോർട്ട് എന്ന് പറഞ്ഞ് എൻ്റെ
പാസ്പോർട്ട് വാങ്ങി വെച്ച് എനിക്ക് സെലക്റ്റായി അങ്ങനെ ഈ ആഴ്ച ഈസ്റ്ററിന് ശേഷം ഞാൻ US പോവുകയാണ്. അവർ സത്യം പറഞ്ഞാൽ നമുക്കറിയാം US എന്ന് പറഞ്ഞാൽ അവർക്ക് ആളെ ആവശ്യമില്ല. നമുക്ക് അത് കാണുന്നവർക്ക് അറിയാമായിരിക്കും, അവർക്ക് ആളെ ആവശ്യമില്ല, അങ്ങോട്ട് ആളെ ആവശ്യമില്ല. കാരണം നമുക്കാണ് ആവശ്യം. അവിടെ ജോലി ചെയ്യണം, അവിടെ നല്ല സാലറി വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ഒരു 100 പേരിൽ ഒരു 10 പേരെ, ഒരു 5 പേരൊക്കെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക. അത്ര മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. കാരണം അവർക്ക് അങ്ങോട്ട് ആൾ വേണ്ട. അങ്ങനെ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ എനിക്കിത് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ യാതൊരു യോഗ്യതയല്ല, ഇവിടേക്ക് ഈ ആലപ്പുഴയിലുള്ള കൃപാസന മാതാവിൻ്റെ യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ്. എനിക്കിതിൽ അവകാശപ്പെടാനൊന്നുമില്ല. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം കിട്ടിയപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നത് അത് ഉപകാരപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഞങ്ങളവിടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എനിക്കന്നൊരു നാണക്കേടോ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് എനിക്ക് അത് ആർക്കാണ് കൊടുക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നത്, അവർക്ക് മാത്രം ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. പിന്നീട് പണ്ടൊക്കെ ഞാനെന്ന് വെച്ചാൽ ആരെങ്കിലും കാണുമ്പോൾ എന്താ പറയുക എന്തെങ്കിലും കൊടുത്തിരുന്നത്. പക്ഷേ കൊടുത്തിരുന്നെങ്കിൽ പോലും അതിൽ കൊടുത്തിരുന്ന നമ്മൾ ചെറിയൊരു എന്തെങ്കിലും അങ്ങനെ കൊടുത്തിരുന്നു, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളവരെ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ, എന്തെങ്കിലും രാവിലെ ഭക്ഷണം കഴിച്ചോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ, എന്താണ് കഴിച്ചത്, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അവരെ ഈശോയായിട്ട് കാണാൻ വേണ്ടി തുടങ്ങി. ഇതാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട വലിയൊരു സാക്ഷ്യം എന്ന് പറയാനുള്ളത്. പിന്നെ അനേകം കുഞ്ഞു കുഞ്ഞു സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിത്യജീവിതത്തിൽ ചെറുതുണ്ട്. പിന്നെ ആർക്ക് വേണ്ടിയായിട്ടായാലും പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം ഈശോ തന്ന്. ഇപ്പോൾ ആ ഒരു രോഗികളെ കണ്ടു കഴിഞ്ഞാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം, അങ്ങനെ ഒത്തിരിയേറെ ധൈര്യം ഈശോയും മാതാവ് ഉള്ളിൽ തന്ന അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യും. തൻ്റെ ഏകജാതനെ തനിക്ക് ദൈവം വർഷങ്ങൾക്ക് ശേഷം നൽകിയ തൻ്റെ പുത്രനെ ബലികഴിക്കുവാൻ അബ്രാഹത്തിനോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ അബ്രാഹം പുത്രനെ ബലികഴിക്കാനായിട്ട് മോറിയ മലയിലേക്ക് പോകുന്നതും, എന്നാൽ താൻ ബലികഴിക്കുവാനായിട്ട് കത്തി കയ്യിലെടുക്കുമ്പോൾ ദൈവം വിളിക്കുകയാണ്, കുട്ടിയെ ഒന്നും ചെയ്യരുത്. അപ്പോൾ അബ്രാഹം കാണുന്നത് മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെയാണ്. അതിനെ കർത്താവിന് ബലിയർപ്പിക്കുകയാണ്. അതായത് അന്ന് അബ്രാഹത്തിൻ്റെ ആ ബലിയിൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞ വാക്ക് അബ്രാഹം നിരസിക്കാതെ തൻ്റെ പുത്രനെ പോലും ബലികഴിക്കുവാനായിട്ട് തിരുമനസ്സാകുമ്പോൾ കർത്താവ് പറഞ്ഞ ആ ഒരു വചനമാണ് നാം കേട്ടത്. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യും. നമുക്കെപ്പോഴാണ്, ഏത് അവസരത്തിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക? നാം തീർത്തും നിസ്സഹായരായി തീരുന്ന അവസ്ഥ. ഇവിടെ തനിക്ക് തൻ്റെ ജോലി നഷ്ടപ്പെടുന്നു, വീണ്ടും തുടങ്ങിയ ഒരു കഫറ്റേരിയ, അവിടെ വീണ്ടും അത് നഷ്ടത്തിലേക്കാകുന്നു, തനിക്കൊന്നുമില്ല, കടം മാത്രം ബാലൻസായി നിൽക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയാണ് പിന്നീട് തകർന്ന് ഇവിടെ വരികയാണ് ഉടമ്പടിയിലൂടെ ഈ മകൻ. പിന്നീട് എങ്ങനെയാണ് അമ്മ കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതെന്നും തൻ്റെ ജീവിതത്തിൽ ഇന്ന് US പോകാനായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും റെഡിയായിട്ടാണ് ഈ മകൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അതിന് എബി തന്നെ കൊടുക്കുന്ന ഒരു വിലയുണ്ട്. എബിയുടെ ജീവിതത്തെ ആകെ എബി മാറ്റുകയാണ്. തൻ്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ എബി ചെയ്യുന്നു. അതുപോലെ ഇന്ന് വളരെ ബോധ്യത്തോടെ ഈശോയെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയോടെയാണ് താൻ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്നതെന്നാണ് പറയുക. ആത്മീയ ജീവിതത്തിലുമൊക്കെ ഉണർവുള്ളവനായി ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. 0 ബാലൻസിലായിരുന്ന തന്നെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇന്ന് എടുത്തുയർത്തിയിരിക്കുന്നത് എന്ന് ഈ മകൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നാമും ഒത്തിരിയേറെ വേദനയോടെ തളർന്ന മനസ്സോടെയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നാൽ നാം നിരാശനാകേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഈശോയോട് മധ്യസ്ഥം വഹിക്കുവാനായിട്ട് ഒരു സ്വർഗീയ അമ്മയുണ്ട്. അമ്മയിലൂടെ നാമും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം.
നമ്മുടെ ഭാഗത്തു നിന്നും വിലയുള്ള വ്യക്തികളായി നാം മാറണം. അത് കാരുണ്യ പ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയുമാണ്. അത് നമുക്ക് മറക്കാതിരിക്കാം. കരങ്ങളടിച്ച് ഈ മകന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. എല്ലാവർക്കും മാതാവിൻ്റെയും തിരുവുമ്പറിൻ്റെയും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സുമതി എന്നാണ്. ഞാൻ ഈ കൃപാസനത്തിന് വരാനുണ്ടായിരുന്ന കാരണം, ഞങ്ങളുടെ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ പേര് മേരി എന്നാണ്. അന്നേരം ഞാൻ ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പം, പുള്ളിക്കാരന് സുഖമില്ലാതെ ആശുപത്രിയിൽ പോയപ്പം ആ സിസ്റ്ററാണ് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുഖമില്ലാതാവുന്നുണ്ടല്ലോ, അപ്പോൾ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ പോയി നിങ്ങളുടെ നിയോഗങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ അവിടെ എഴുതിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും എന്ന് ആ സിസ്റ്റർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്രയ്ക്ക് കൂട്ടാക്കിയില്ല. ഇതുപോലെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് സീരിയസ് ആയി എടുത്തില്ല. പിന്നീട് 2-3 പേര് അങ്ങനെ പറയുകയുണ്ടായിരുന്നു. എനിക്ക് വാട്സാപ്പിൽ സ്ഥിരമായിട്ട് മെസ്സേജ് വരുമായിരുന്നു. കൃപാസനത്തിൻ്റെ ഓരോ ധ്യാനത്തിൻ്റെയും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കാറില്ലായിരുന്നു. ഇതത്ര എനിക്ക് വിശ്വാസത്തിൻ്റെതില്ല എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പെട്ടെന്ന് വീണ്ടും ഒരു ദിവസം ചേട്ടന് സുഖമില്ലാതെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയിരുന്നു. അന്നേരം ആ സിസ്റ്റർ ഒന്നും കൂടെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കൃപാസനത്തിൽ ഒന്ന് പോയി നോക്ക്, നിങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ പൈസയാണെങ്കിൽ ഞാൻ തന്നോളാം, നിങ്ങളുടെ ബുദ്ധിമുട്ട് അവിടെ പോയി തീരും, എനിക്ക് വേണ്ടി ഒന്ന് പോകാം അങ്ങനെ പറഞ്ഞ് ചേട്ടനും കുറേ നിർബന്ധിച്ചു. അന്നേരം ഞങ്ങൾ 2 പേരും വീട്ടിൽ പോയി വൈകുന്നേരത്ത് 2 പേരും കൂടെ സംസാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അതൊക്കെ വെറുതെ പറയാണ്, നിങ്ങളതിൽ വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞ് ചേട്ടൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി. പിന്നീട് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ പോയാലോ എന്നൊരു പുള്ളിക്കാരനൊരു ഉള്ളിൽ നിന്നൊരു വിളി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് നമ്മളത് സ്ഥലം എവിടെയാണെന്ന് അറിയില്ല, പൈസ റെഡിയാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ്റെ വീട്ടിലേക്ക് അമ്മനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു പള്ളിയിൽ പോകണം, കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. അന്നേരം അവർ പൈസ ഇട്ട് തന്നു. ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് കൃപാസനത്തിൽ ഇവിടെ എത്തുന്നത് 28/8/2022 ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളങ്ങനെ ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ അതിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് നിയോഗങ്ങൾ എഴുതി വീട്ടിൽ ചെന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനകൾ തുടർച്ചയായിട്ട് എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരം എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥനയിൽ കൂടാറുണ്ടായിരുന്നില്ല. നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി, എന്നെക്കൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, പുള്ളിക്കാരനൊരു തമിഴായതുകൊണ്ട് മലയാളത്തിൽ പ്രാർത്ഥനകൾ അത്രയ്ക്ക് വശമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ഏറ്റു പറഞ്ഞാൽ മതി, എന്നാലേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് നിർബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇത്രയും ദൂരം നമ്മൾ അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി അവിടെ ഉടമ്പടി എടുത്തിട്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം, എന്നാലേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെ ഒരു വാശി പിടിച്ചു ആദ്യത്തെ ദിവസം തന്നെ. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ കൂടെ വന്നു. ഞാൻ മലയാളത്തിൽ പറയുന്നതൊക്കെ പുള്ളിക്കാരെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യത്തെ നിയോഗത്തിൽ ഞാൻ എഴുതിയിട്ടതെന്ന് വെച്ചാൽ എനിക്കൊരു ജോലിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എൻ്റെ കൂടെ നടക്കുമായിരുന്നു. ഒരു വീട് പണി കഴിഞ്ഞപ്പോൾ ഒത്തിരി കടമായിപ്പോയി. അപ്പം ഞങ്ങൾക്കത് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ ഞാനും ജോലിക്ക് പോയാൽ അത് മുന്നോട്ട് എങ്ങനെയെങ്കിലും നീക്കി കൊണ്ടുപോകുക എന്നൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ എവിടെയും ജോലി കിട്ടാനില്ല, അത്ര വിദ്യാഭ്യാസമൊന്നുമില്ല, അതുകൊണ്ടുള്ള ജോലി കിട്ടുള്ളൂ എന്നറിയാം. പക്ഷെ എവിടെയും അന്നത്തെ സമയത്ത് കിട്ടാഞ്ഞായപ്പോഴാണ് ഞാൻ നിയോഗത്തിൽ ഒരു ജോലിയെപ്പറ്റി ആദ്യം എഴുതിയിട്ടത്. പിന്നീട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥനയും ജപമാലയുടെ ഇതൊക്കെ പ്രയറൊക്കെ പറയാൻ തുടങ്ങി. മെഴുകുതിരി കത്തിച്ച് കണ്ണീരും ഇട്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴുണ്ട് ഉടമ്പടിയത്തെ 90 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു വിളി വന്നു. ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവരുടെ ഒരു മകള് പറഞ്ഞു, ഇങ്ങനെ ഒരു കടയുണ്ട് ചേച്ചി, സെയിൽസായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാ ഭാഷയൊന്നും അറിയില്ല, സെയിൽസിന് എല്ലാ ഭാഷയും അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങളൊക്കെ എല്ലാ ഭാഷയും അറിഞ്ഞിട്ടൊന്നും അല്ല വന്നത്, ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലിക്ക് അവിടെ പോയി. അവിടുത്തെ ഓണറുമായി സംസാരിച്ചു.
അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഭാഷകൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഓണർ പറഞ്ഞു ഭാഷയൊന്നുമല്ല പ്രധാനം, നമ്മുടെ കഴിവിലാണ് പ്രധാനം എന്നവർ പറഞ്ഞ് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ജോലിക്കെടുത്തു. ആ ജോലി തന്നെ ഞാനിപ്പോൾ 2 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം ശമ്പളം ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നീട് ഞാൻ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ വീട് പണി കഴിഞ്ഞിട്ട് 4 ലക്ഷം രൂപ കൊടുത്ത് കുഴൽക്കിണറുണ്ടാക്കി. അതിൽ വെള്ളമില്ലാതെ ആകെ ഞാൻ 1 വർഷമേ ഇരുന്നിട്ടുള്ളൂ വീട് പണി കഴിഞ്ഞിട്ട്. പിന്നീട് മോട്ടർ അടിക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല, കാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സമയം ഭയങ്കര വിഷമമായി. ഉള്ള കടമൊക്കെ വാങ്ങിച്ച് വീട് പണി ചെയ്ത് ആ കിണറ്റിനകത്ത് വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാത്ത വിഷമമായിപ്പോയി. അന്നേരം ഇതുപോലെ ഞാൻ ഉടമ്പടി പ്രാർത്ഥിക്കാനും അടുത്തതായ ഉപ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടുപോയി ആ ചുറ്റും കിണർ കുഴിച്ച് ചുറ്റും കൊണ്ടിട്ട് നല്ല പ്രാർത്ഥിച്ചു. കണ്ണീരൊലിപ്പിച്ച് അമ്മ മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ കുറേ പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയുമേ സുത്തി പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്നേരം പിന്നീട് ആ മോട്ടർ വെളിയിലെടുത്ത് ക്ലീൻ ചെയ്ത് രണ്ടാമത് ഇട്ട് മോട്ടർ അടിച്ചപ്പോൾ വെള്ളം എനിക്ക് നന്നായിട്ട് പോസിൽ വെള്ളം വരാൻ തുടങ്ങി. ഇപ്പോൾ 1.5 വർഷമായിട്ട് ഇതുവരെ വെള്ളത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. ആവശ്യത്തിനുള്ള വെള്ളം ആ ബോറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അത് കിട്ടുന്നത്. പിന്നീട് ഞാൻ മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക ചേട്ടൻ്റെ മദ്യപാനമായിരുന്നു. അദ്ദേഹം എപ്പോഴും മദ്യപാനം പറഞ്ഞാൽ കേൾക്കാറില്ല, ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുടുംബത്തിൽ എപ്പോഴും വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഉടമ്പടിയിൽ വെച്ച് ഞാൻ രണ്ടാമത് ഉടമ്പടിക്ക് വരുമ്പോഴും ഞാൻ എഴുതും. ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴൊക്കെ ഈ വിഷയം വെച്ച് ഞാൻ എഴുതും. അന്നേരം ഇപ്പോൾ എൻ്റെ ഭർത്താവ് നല്ല മാറ്റമുണ്ട്, കുടിയൊക്കെ നിർത്തി ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതെൻ്റെ ആഗ്രഹമായിരുന്നു. പുള്ളിക്കാരൻ എന്നെ സമ്മതിച്ച് വന്ന് ഉടമ്പടി എടുക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനതിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്ന് എനിക്ക് സാധിച്ചു തന്നു മാതാവ്. അതുമാത്രമല്ല എൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലെല്ലാം മാതാവ് ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതാത്ത എല്ലാ കാര്യങ്ങളും എന്നെ അറിയാതെ തന്നെ എനിക്ക് വന്നു ചേർന്നു. അതുമാത്രമല്ല വീട് പണീൻ്റെ ലോൺ ഉണ്ടായിരുന്നു, 13 ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു, അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലം വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ആ സ്ഥലം ആരും വാങ്ങിക്കാണ്ട് കുറേ വർഷങ്ങൾ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഞാൻ ഇതുപോലെ ആ സ്ഥലത്ത് പോയി ഉടമ്പടിയിലായ ഉപ്പെടുത്ത് സ്ഥലത്തിൽ പോയി ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഈ സ്ഥലം എങ്ങനെയെങ്കിലും വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് വേണം എനിക്ക് ഈ വീടിൻ്റെ കടം വീട്ടാൻ. എനിക്ക് വീട് മാത്രം മതി, സ്ഥലം എനിക്ക് വേണ്ട, എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീട് മതി. ഈ സ്ഥലം വിറ്റ് കിട്ടിയാലേ എനിക്ക് ആ കടം വീട്ടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ ശേഷം ദൈവം 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കി. സ്ഥലം വന്ന് കണ്ടവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ആ സ്ഥലം ആ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരത് വാങ്ങിക്കുകയും ചെയ്തു. ക്യാഷ് കയ്യിൽ തന്നു. ഞാൻ ലോൺ കൊണ്ടുപോയി ക്ലോസ് ചെയ്ത് എൻ്റെ കടങ്ങളൊക്കെ വീട്ടി. ഇന്ന് എനിക്ക് ഒരു കടങ്ങളും ഇല്ല. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് അതുമാത്രമല്ല ഞാൻ എവിടെ കാണുന്ന ഏത് പാവങ്ങളെ കണ്ടാലും എനിക്ക് പെട്ടെന്ന് മനസ്സലിയും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അതാരാണെന്നൊന്നും ഞാൻ നോക്കാറില്ല. അപ്പോൾ അവരെയൊക്കെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്നവരാണെങ്കിൽ എന്നെക്കൊണ്ടാവണ എല്ലാ സഹായവും ചെയ്യും. ഇവിടുന്ന് പത്രം വാങ്ങിപ്പോയി ഞാൻ കുറേ ആൾക്കാർക്ക് ഞാൻ പത്രം കൊടുത്തു. അപ്പോൾ അവർ ആദ്യമൊക്കെ പറഞ്ഞു, ഒരാൾക്ക് ഞാൻ കൊടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ അന്ധവിശ്വാസമൊക്കെ ആയിട്ട് നടക്കുകയാണോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആണോ എന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ബസ്സിൽ പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ബാഗിൽ പത്രങ്ങൾ ഇഷ്ടംപോലെ വെച്ചിട്ട് നടക്കും. അപ്പോൾ ബസ്സിൽ കാണുന്ന എൻ്റെ അടുത്ത് പരിചയമുള്ളവരൊക്കെ ഞാൻ പറയും ഈ പത്രം വെച്ചോളൂ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും, നന്നായി പ്രാർത്ഥിക്കൂ, അങ്ങനെ ഞാൻ പറയാറുണ്ട്. പക്ഷെ അവർ എന്നെ കളിയാക്കി പറയും. എൻ്റെ വീട്ടിലുള്ളവർക്കടക്കം വിശ്വാസമില്ല. ഞാനിങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു, എൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു അവർ ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ട് വാ, ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എല്ലാം ശരിയാവും, പോയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാ നീ പോയില്ലേ, നിൻ്റെ കാര്യം നടക്കട്ടെ, ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് നിങ്ങളെ എത്തിക്കണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് നിങ്ങൾ തന്നെ പൊക്കോളും. ഇത് ഞാൻ പറയണതല്ല, മാതാവ് ഓരോ കഷ്ടപ്പെടുന്ന ആൾക്കാരോടും പറയാൻ പറഞ്ഞ് ഓരോരോ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി എൻ്റെ കാര്യം നടന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പോകാൻ പറയണത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പിന്നീട് ഞാൻ പത്രം കൊടുത്തവർക്കൊക്കെ കുറേ ആൾക്കാർക്ക് ഞാൻ പത്രം കൊടുത്തു.
അവർക്കൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് ഒരുപാട് ഇഷ്ടമുണ്ട്. ഇന്ന് ഇവിടെ ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ, അവരെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർക്ക് വരാനുണ്ട്, അവരുടെ സാഹചര്യം കാരണം വരാൻ പറ്റാതിരിക്കുകയാണ്. കുട്ടികളുടെ കാര്യം, അവരുടെ ഒരുപാട് കുടുംബങ്ങളിലെ അസുഖങ്ങളൊക്കെ ഉള്ളവർ എന്നോട് വന്ന് പറയും, ചേച്ചി തൈലം ഒന്ന് തേച്ച് തരുമോ? ഞാൻ പറയും, നിങ്ങൾ പറയാത്ത മുമ്പ് ഞാൻ ഇട്ട് തരാമെന്ന് പറയും. ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഏത് ഭാഗത്താണ് വേദന, കാലാണെങ്കിലോ കൈയാണെങ്കിലോ തലയാണെങ്കിലോ ഞാനത് അവിടെ ഇട്ട് കൊടുത്ത് അവരോട് നന്നായി പ്രാർത്ഥിച്ചിട്ട് പറയും, നിങ്ങൾ ദിവസം ഈ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങളവിടെ എത്തും, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ദൈവം തരും. പൈസ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്, ദൈവം നമുക്ക് തരുന്നതാണ് പൈസയൊക്കെ. അത് ഇന്ന് തരും, നാളെ ഉണ്ടാവില്ല. പക്ഷേ ദൈവത്തെ മറന്ന് നമ്മളൊന്നും ചെയ്യരുത്. നമ്മളെപ്പോഴും ദൈവത്തെ വിളിച്ചോളി. നിങ്ങൾക്ക് എല്ലാ സംഭവവും എല്ലാ കാര്യത്തും അമ്മ മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ എൻ്റെ എല്ലാ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളിലും എൻ്റെ എല്ലാ സങ്കടങ്ങളിലും ഞാൻ എൻ്റെ കാശുരൂപ എടുത്ത് കൈ വെച്ചിട്ട് നന്നായി കരഞ്ഞ് പ്രാർത്ഥിക്കും. ഹസ്ബൻഡിന് പെട്ടെന്നൊരു നെഞ്ഞുവേദന വന്നു. അന്നേരം ഞാൻ ആശുപത്രി പോകാൻ എനിക്ക് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് പുള്ളിക്കാരന് അനക്കമില്ലാതായിപ്പോയി. അന്നേരം ഞാൻ കാശുരൂപ എടുത്ത് പുള്ളിക്കാരൻ്റെ നെഞ്ചിൽ വെച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു. അമ്മയെ വിളിച്ച് നല്ല കുറേ നേരം പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ ചേട്ടൻ പെട്ടെന്ന് ജീവൻ വന്നു. അന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡിന് നല്ല വിശ്വാസമായി. എനിക്ക് മാതാവിനെ എപ്പോഴും വിശ്വാസമാണ്. ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കുകയില്ല. കാരണം മാതാവ് അത്രയും ശക്തിയുള്ളതാണ്. നിങ്ങളെ ആരും എവിടെ വന്ന് എന്ത് വിളിച്ചു ചോദിച്ചാലും മാതാവ് തരും. അതുകൊണ്ട് മാതാവിനെ ഒരിക്കലും കൈവിടാതെ എല്ലാവരും മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാതാവ് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കണത് തരും എന്ന വിശ്വാസത്തിൽ ഞാൻ എനിക്ക് ചെയ്തെന്ന എല്ലാ നന്മകൾക്കും മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയും കടപ്പാട് എനിക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാതാവിനെ പ്രാർത്ഥിക്കുക, അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് സാധിക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഒരുപിടി അനുഭവങ്ങളാണ് ഇപ്പം പങ്കുവച്ചത്. ഉടമ്പടി നിയോഗം വെച്ചൊരു 3-4 വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടായെന്നുള്ളതാണ് സാക്ഷ്യം. അപ്പോൾ നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ തന്നെ നമുക്കത് പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തിക്കും ഒരു ബോധ്യം ഉണ്ട്. ആ ബോധ്യം ആണ് ഒരു സാക്ഷ്യമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു ദൈവാനുഭവം ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു ഗൗരവത്തോടെ ഇത് വാക്കുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പക്ഷേ അത് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഏറെ പ്രത്യേകിച്ച് ഇതൊക്കെ ഓരോ ദിവസവും നമ്മൾ അനുദിനം ഇപ്പം ഇവിടെ സാക്ഷ്യം പറയുന്ന വിഷയങ്ങളൊക്കെയും പരിശുദ്ധ അമ്മ നമ്മൾ ഈ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ഇടപെട്ടു എന്നൊക്കെ പറയുന്ന അനുദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസഹായം നമുക്ക് ചോദിച്ചാൽ ഈശോ അത് നൽകുമെന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉടമ്പടിയുടെ ഒരു അടിസ്ഥാനം. അത് കാനായിലെ കല്യാണ വിരുന്നിൽ ദൈവം നൽകിയ ആ ഒരു ഇടപെടലിന് അമ്മയ്ക്ക് നൽകിയ ദൈവപിതാവ് നൽകിയ ആ ഒരു അധികാരത്തിൻ്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നതും. അപ്പോൾ ഇവിടെ പ്രത്യക്ഷീകരണത്തിലെ സമയത്തിന് മേലെ അമ്മയ്ക്ക് അധികാരമുണ്ടെന്നുള്ളൊരു ദൈവീയ വെളിപ്പെടുത്തലിന് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സമയവും പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവശ്യത്തിൽ നമ്മൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ്. കാശുരൂപം എന്നൊക്കെ പറയുന്ന ഒരു അടയാളവും ഒരു സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണല്ലോ. ആ സമയം പ്രാർത്ഥിക്കുമ്പം ഈ പ്രാർത്ഥിക്കുന്നതെന്ന് മാത്രമല്ല, ഈ പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പോൾ ആ ഒരു അനുഭവം കിട്ടുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് അതൊരു സാക്ഷ്യമായിട്ട് മാറുന്നത്. ഇതിപ്പോൾ ഒരു കാര്യമല്ല, എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ ഒരു പക്ഷേ അത് നമ്മൾ വിശ്വസിച്ചില്ല. ഇപ്പോൾ പെട്ടെന്നൊരു ഇതുണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഉടമ്പടിയിലെ തൈലവും കാശുരൂപവും എടുത്ത് പ്രാർത്ഥിക്കുമ്പം പെട്ടെന്ന് തന്നെ ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു ദൈവികമായ ഇടപെടൽ ഉണ്ടായെന്ന് ആ വ്യക്തിക്കും ആ മേലാതിരിക്കുന്ന അല്ലെങ്കിൽ അസുഖമായിട്ടിരിക്കുന്ന വ്യക്തിക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ വലിയൊരു അടയാളമായിട്ട് നമ്മൾ സ്ഥിരീകരിക്കപ്പെടുക. കർത്താവ് ഈ ലോകത്ത് ജീവിച്ച സമയത്തും ഏറ്റവും അധികം നൽകിയതും ഈ സൗഖ്യത്തിൻ്റെ അടയാളം. അത് എന്തിനെന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ ഈ സാക്ഷ്യത്തിൽ ഈ മകൾ പറയണത് പോലെ അതിനുശേഷം ജീവിത പങ്കാളി വിശ്വസിച്ചു. ഇത് തന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ അടയാളങ്ങളും അത്ഭുതം കണ്ട അനേകം പേർ അവരിൽ വിശ്വസിച്ചു. ഈ വിശ്വാസമാണ് മനുഷ്യരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അതെപ്പോഴും ദൈവം എപ്പോഴും അടയാളങ്ങൾ പ്രവർത്തിക്കണമെന്നുമില്ല. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ വളർച്ചയിൽ ദൈവം നമ്മളോട് സാന്നിധ്യമായിട്ട് നമ്മുടെ അടയാളങ്ങൾ സ്ഥിരീകരിക്കും. നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഏറ്റവും അധികം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് ഈ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ളവരാണ്. അതിലും ഏറ്റവും കൂടുതൽ നഴ്സുമാരൊക്കെ. അപ്പോൾ അവരുടെ സാക്ഷ്യം പരിശോധിക്കുമ്പോഴും ഒരുപാട് സൗഖ്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയും. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് എപ്പോഴും പണ്ട് മുതലേ നമ്മൾ ഈ സൗഖ്യത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ ഉടമ്പടിയിൽ അനേകർ ഇങ്ങനെ സൗഖ്യത്തിലൂടെ ദൈവസാന്നിധ്യം അറിയുന്നു. അപ്പം ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വീട് ലഭിച്ചതിനെക്കുറിച്ചും അതൊക്കെ എല്ലാം മാതാവ് ക്രമീകരിച്ചെന്നുള്ളതും ഇനിയിപ്പോൾ നമ്മളിതെല്ലാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല, അത് സെക്കൻഡറിയാണ്. പക്ഷേ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്ന വ്യക്തിക്ക്
അത് അവസാനം ചുരുക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ആ ഒരു ബോധ്യം കിട്ടുക എന്നുള്ള, ജീവിതത്തിൻ്റെ ഏത് പ്രശ്നവും സന്തോഷവും നൊമ്പരത്തിൻ്റെ നടുവിലും ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം ലഭിക്കുക. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും കരം കളിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. അതുമാത്രമല്ല, ഒരു ദിവസം ഞാനിവിടെ നിന്ന് പോയി മാതാവിൻ്റെ രൂപവും മറ്റേ കാശ് രൂപമൊക്കെ കൊണ്ട് ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചു. അത് സ്ഥിരമായിട്ട് അവിടെ തന്നെ വെക്കാനുള്ള ഒരിതിൽ വെച്ചു. ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോണ്ട് എന്തോ ഒരു മിന്നാരം പോലെ എന്നെ വിളിച്ച പോലെ തോന്നി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീച്ച് ഓടി വന്നിട്ട് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, ആ ഭാഗത്ത് വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. മാതാവ് വന്നിട്ട് പോയതാണെന്ന് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ അതിൽ നിന്ന് തൊട്ടാണ് എല്ലാം അങ്ങോട്ട് മുന്നോട്ട് എന്തൊരു കാര്യം അത് ഞാൻ ചെയ്യുകയാണെങ്കിലും ഒരു 10 പ്രാവശ്യം മാതാവിൻ്റെ ലോക്കറ്റ് കൈ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. എൻ്റെ ചേട്ടനും കൂടെ അത് തന്നെയാണ് ഞാൻ പറയുക. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയും, എവിടെ പോവുകയാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പൊക്കോളം പറയും. ജോലിക്ക് അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറയും പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി, എന്നാലേ നടക്കുകയുള്ളൂ, അങ്ങനെ പറയും. പിന്നീടാണ് പുള്ളിക്കാരൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഇന്ന് വന്ന് പുള്ളിക്കാരൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഞാൻ എന്തായാലും ഒരു ഉടമ്പടി എടുത്തിട്ടേ കാര്യമുള്ളൂ, ഇന്ന് ഞാനതെടുക്കും, അങ്ങനെ പറഞ്ഞു. പുള്ളിക്കാരൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി നിയോഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാം ഇനി നന്നായി നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹവും കൃപയും തരട്ടെ എന്ന് പറഞ്ഞു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാതാവ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആനി ബിജു. ഞങ്ങൾ താമസിക്കുന്നത് മുംബൈയിൽ, ഞാൻ ജോലി ചെയ്യുന്നത് ഇസ്രയേലിൽ. മുംബൈയിൽ മേരി മാതാ സാക്കിനാക്ക ഇടവകയാണ് എൻ്റെ ഇടവക. എൻ്റെ സാക്ഷ്യം ഇത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത് 4ാമത്തെ പ്രാവശ്യമാണ്. അതിന് എനിക്കൊരു യോഗ്യതയില്ല. എൻ്റെ ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ എന്നെ തിരഞ്ഞെടുത്തതിന് 1000 നന്ദി പറയുന്നു. ഞാൻ 2020 ജനുവരി 28-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് 2019 ഞാനിവിടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു യൂട്യൂബിലൂടെ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചു വന്നു. പക്ഷേ വന്നു പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. പിന്നെ എനിക്കിവിടെ വരാതിരിക്കാൻ പറ്റിയില്ല. എൻ്റെ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നു. 2020 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട്, അന്ന് വൈകുന്നേരമാണ് ഉടമ്പടി എടുക്കുന്നത് എങ്കിലും എനിക്ക് രാവിലെ സാക്ഷ്യം പറയാനായിട്ട് മാതാവ് ഇടയാക്കി. അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളെക്കാൾ കൂടുതലായി എനിക്ക് മാതാവ് തന്നത് ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും ഒക്കെ മടിയുണ്ടായിരുന്നതാണ്. അതുപോലെ പ്രാർത്ഥന, ബൈബിൾ വായന, ഇതെല്ലാം ഒത്തിരി ദൈവസ്നേഹത്തോടുകൂടി ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ എല്ലാ വർഷവും വരുമ്പോഴും എനിക്ക് ഒരു സാക്ഷ്യം എനിക്ക് മാതാവ് തരും. പരിശുദ്ധ അമ്മയുടെ ഈ അൾത്താരയിൽ കയറി നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം എനിക്കുണ്ടായൊരു വലിയ അത്ഭുതം എൻ്റെ മാതാവിൻ്റെ സംരക്ഷണമാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ജോലിയിൽ എനിക്ക് എല്ലാ സൺഡേയിലും ആർക്കും അങ്ങനെ അവിടെ ദിവ്യബലിയിലൊന്നും പോകാൻ അങ്ങനെ പങ്കെടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പറ്റും എല്ലാ സൺഡേയിലും. അങ്ങനെ ഞാനൊരു സൺഡേയിൽ ദിവ്യബലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുന്നിറങ്ങി ഇങ്ങനെ വരണം. അപ്പോൾ അവിടെ അങ്ങനെ വാഹനങ്ങളൊന്നും അങ്ങനെ വരുന്ന ഒരു ഏരിയ അല്ല. അപ്പം ഞാൻ കുന്നിറങ്ങി വന്നപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്ത് സ്തോത്ര കാഴ്ചയ്ക്കുള്ള കാശ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ബാഗിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ വന്ന് എൻ്റെ പുറത്ത് വന്ന് ഇടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു മതിൽക്കെട്ട് പോലെ എനിക്കൊരു കോട്ട നിർമ്മിച്ചേക്കുന്നു. അതിൻ്റെ നടുക്കായിട്ട് മാതാവ് ചിറക് വിരിച്ച് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. വീണ്ടും അതിനുശേഷം ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന ഒരു ടെമ്പോ വാനാണ് എന്നെ വന്ന് ഇടിച്ച്. പക്ഷേ നമ്മളിങ്ങനെ അറിയാണ്ട് ഒരാൾ നിൽക്കുമ്പോൾ വന്ന് കൈ കൊണ്ട് ഇങ്ങനെ തള്ളിയാൽ പോലും നമ്മളിങ്ങനെ കാല് വെച്ച് പോകും. പക്ഷേ എനിക്ക് അങ്ങനെ പോലും പറ്റില്ല. ഞാൻ ആ നിപ്പിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. എന്നാണ് അത്ഭുതം, എൻ്റെ മാതാവേ, ഞാൻ എവിടെ പോയാലും എൻ്റെ മാതാവേ ഈശോയും കൂട്ടി എൻ്റെ കൂടെ വരണേ എന്നും പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിൻ്റെ എവിടെ പോയാലും അതിൻ്റെ ഇത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കണ്ട് തിരിച്ചു വരുമ്പം എൻ്റെ മാനുഷ്യമായ ചിന്തയിൽ ഞാൻ ചിന്തിച്ചു, എനിക്ക് ശരിക്കും എന്നെ വണ്ടി ഇടിച്ചാണോ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയം
ഇങ്ങനെ വന്നു. അപ്പം ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ഇടിച്ച സ്ഥലത്ത് തന്നെ ശക്തമായിട്ട് വേദന ഉണ്ടാകാൻ തുടങ്ങി. അതെന്നെ ദൈവം അറിയിക്കുമായിരുന്നു എന്നെ ശരിക്കും വണ്ടി ഇടിച്ചു എന്നുള്ളത്. ഒരു ദിവസം മൊത്തം ഉണ്ടായിരുന്നു. ഞാൻ ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചു, എന്നോട് ക്ഷമിക്കണം ഞാൻ സംശയിച്ചതിന്. എൻ്റെ മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഇതെൻ്റെ പപ്പായ്ക്ക് 2 വർഷം മുമ്പ് ഓക്സിജൻ ലെവൽ തീരെ കുറഞ്ഞിട്ട് 50 ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. പപ്പ അന്ന് ഭയങ്കര സീരിയസ് ആയിരുന്നു, ശ്വാസം എടുക്കാനൊക്കെ. പപ്പ ICUലായിരുന്നു. അപ്പം എനിക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ 4 പേര് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. അന്നേരം പപ്പായ്ക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ICUയിൽ അഡ്മിറ്റ് ചെയ്തു, CPAP ഒക്കെ കൊടുത്ത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തോരോ, എൻ്റെ ഏറ്റവും ഉള്ള അനിയത്തി സിസ്റ്ററാണ്, അവൾ ഫ്രാൻസിലാണ്. അവിടെ ഇരുന്നുകൊണ്ടും ഞാൻ എൻ്റെ സ്ഥലത്ത് ഇസ്രയേലിൽ ഇരുന്നുകൊണ്ടും മറ്റ് 2 പേരും അവരായിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ടും ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞങ്ങൾ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അനിയത്തി, അടുത്തുള്ള അനിയത്തി എന്നും രാവിലെയും വൈകിട്ടും പപ്പായൊക്കെ കാണാനായിട്ട് ICU കയറുമ്പോൾ പപ്പായുടെ നെറ്റിക്ക് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2ാമത്തെ ദിവസം തന്നെ പപ്പായെ ICUയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. 5 ദിവസം ICU കിടക്കണമെന്ന് പറഞ്ഞ് ആണ് പപ്പായെ. പക്ഷേ 5ാമത്തെ ദിവസം പപ്പ വീട്ടിൽ വന്നു. അതിനുശേഷം പപ്പായ്ക്ക് വയറ്റിൽ വേദനയായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ CT സ്കാനൊക്കെ ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് പപ്പായ്ക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണെന്ന്. അങ്ങനെ അത് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. പിന്നെ അതിന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പപ്പായ്ക്ക് പല അസുഖങ്ങളുള്ളത് കാരണം ഞങ്ങൾക്ക് ഒത്തിരി ആശങ്കയായിരുന്നു സർജറി ചെയ്യണോ വേണ്ട എന്ന്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം മൊത്തം തീരുമാനം എടുക്കാനായിട്ട് മാതാവ് സഹായിച്ചു. ഞങ്ങളങ്ങനെ സർജറി ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി വെച്ചിരുന്നു പപ്പായുടെ ക്യാൻസറിൻ്റെ മാറ്റിത്തരുന്നതിനായിട്ട് പ്രാർത്ഥിച്ച് വെച്ചിരുന്ന ഉടമ്പടിയിലെ നിയോഗം. അതിൻ്റെ ഫലമായിട്ട് പപ്പായ്ക്ക് പരിപൂർണമായിട്ട് സൗഖ്യമായി. ഇപ്പോൾ പപ്പ മരുന്നൊന്നും കഴിക്കുന്നില്ല. പപ്പായ്ക്ക് നടന്നൊന്നും പോകാനോ അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തടുത്ത് പപ്പ ഇന്ന് എൻ്റെ കൂടെ വന്നു. ഈ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വരണം, എനിക്ക് കുറേ നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ പപ്പായോട് പറഞ്ഞു, ഞാൻ ബുധനാഴ്ച കൃപാസനത്തിൽ പോവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും വരുന്നുണ്ട്, എനിക്കും കുറേ നേരം മാതാവിൻ്റെ അടുക്കൽ ഇരുന്ന് നന്ദി പറയണം, പ്രാർത്ഥിക്കണമെന്ന്. പപ്പായെ ഇവിടെ കൊണ്ടുവരാൻ അനുഗ്രഹിച്ച മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ രോഗസൗഖ്യം തന്ന ദൈവത്തിന് ഒത്തിരി നന്ദി. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന, കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന മോൻ്റെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. അവൻ 10ാം ക്ലാസ് പാസ്സായി. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിന് 2 വർഷമായിട്ട് അവൾ ജോലിക്ക് പലയിടത്തും നോക്കുന്നുണ്ടായിരുന്നു, ശരിയാകുന്നുണ്ടായില്ല. ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾക്കിപ്പോൾ ജോലി ലഭിച്ചു. അവൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇസ്രയേലിൽ അഖണ്ഡ ജപമാല ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾ സാധിച്ചു. ഞങ്ങൾ 10 പേര് ചേർന്ന് അഖണ്ഡ ജപമാല ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കാലത്ത് 5 മണിക്ക് മുന്നേ എഴുന്നേൽക്കും. 1 മണിക്കൂർ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി, ജപമാലയും ചൊല്ലി, മധ്യസ്ഥ പ്രാർത്ഥനയും ചൊല്ലി ഞങ്ങൾ അവസാനിപ്പിക്കും. അതുപോലെ തന്നെ വൈകുന്നേരവും 1 മണിക്കൂർ ഞങ്ങൾക്ക് 10 പേർക്ക് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുവാനും ഉടമ്പടി സായന പ്രാർത്ഥനയെ ചൊല്ലി ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ ഒക്ടോബറിൽ 1 മാസം മൊത്തവും ഞങ്ങൾക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ദിവസം 1001 ജപമാല ചൊല്ലി 1001 നന്മ അറിഞ്ഞറിമ ചൊല്ലി പ്രാർത്ഥിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ ജോലി സമയത്ത് ഞങ്ങൾ ഒഴിവ് കിട്ടുന്നതനുസരിച്ച് ഓരോരുത്തരും മുറിയാണ്ട് തന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ വെളുപ്പിനെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സുഗന്ധം എൻ്റെ മൊബൈൽ വെച്ചിരിക്കുന്ന സ്ഥലത്ത്, കാരണം ഞങ്ങൾ ഇസ്രയേലിൽ പല സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ വാട്സപ്പ് വഴിയാണ് ഞങ്ങൾ ഈ രാവിലെ വിളിച്ച് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ മൊബൈലിൽ കൂടെയാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു സുഗന്ധം എനിക്ക് വന്ന്. ഞാനിങ്ങനെ എവിടെയാണെന്ന് നോക്കി വന്നപ്പോൾ ഞങ്ങൾ ആ പ്രാർത്ഥനയിലുണ്ട്, മൊബൈലിലാണല്ലോ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ശക്തമായിട്ടുള്ള ആ സുഗന്ധം വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് എപ്പോഴും ഉണ്ടെന്നുള്ളത്.
അതുപോലെ ഞങ്ങളാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ്, ഞാനിതിൽ എഴുതിയിട്ടില്ല, സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു പുതിയ വാഹനം ഞങ്ങൾക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിച്ചു. നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. പലപ്പോഴും രോഗങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ആണെങ്കിലും മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുവാനും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും എൻ്റെ ഒരു പ്രവൃത്തി മറ്റുള്ളവർക്ക് വേദനിച്ചെങ്കിൽ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഈശോയെ ഞാൻ നിന്നെ വിഷമിപ്പിച്ചോ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപയെ എനിക്ക് ദൈവം തന്നു. ഇപ്പം ഈ നോയമ്പ് കാലത്ത് ഞങ്ങൾക്ക് അവിടെ ദിവ്യബലിയൊന്നും എന്നും പോയി പങ്കെടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ വെക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ നോയമ്പ് കാലത്ത് ഞങ്ങളുടെ പള്ളിയിലെ കാലത്തും വൈകുന്നേരവും ദിവ്യബലിയുണ്ട്. അത് 2 നേരവും എനിക്ക് പങ്കെടുക്കാനായിട്ട് ഒരു മടിയും കൂടാതെ എനിക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ എനിക്ക് ഒത്തിരി മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ മടിയെല്ലാം മാറി ദൈവസ്നേഹത്തോടു കൂടിയായിരുന്നുകൊണ്ട് ആയിരിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയൊന്നും കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഷെയർ ചെയ്യും. പിന്നെ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ അനാഥാലയത്തിലേക്ക് ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു. എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തിലായിരിക്കാൻ ദൈവം എന്നെ ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ഉടമ്പടി എടുത്തവരുടെ ഒരു, അതായത് ഇസ്രായേലിൽ ഒരു ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മ ഇവിടെ അവരൊരുമിച്ച് വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മുടങ്ങാറില്ല. അതേപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു സാക്ഷ്യത്തിൽ പറയുന്നു. അപ്പം ഇതുപോലെ ഈ ഉടമ്പടി എടുത്തവരുടെ കൂട്ടായ്മ എപ്പോഴും പരിശുദ്ധമ്മ ആഗ്രഹിക്കുന്ന ഒന്നാണ്. കാരണം ആ കൂട്ടായ്മയിൽ പോലും ദൈവാനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ ഇവിടെ സാക്ഷ്യം പറയുന്നവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതും. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തവരെന്ന് പറയുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കും. ഉടമ്പടി എടുത്തവർ, അതിൽ ജാതി മതമൊന്നുമില്ല, ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് ഒറ്റ ഒരു ക്രൈറ്റീരിയ. അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെ കാര്യം സൂചിപ്പിക്കുന്നത് അതിൽ ദൈവാനുഭവം ഉണ്ടായെന്ന് പറയുന്നത്. രണ്ടാമത്തത് അപ്പച്ചന് ലഭിച്ച വലിയ സൗഖ്യം ഇന്ന് അപ്പച്ചനുമായിട്ട് വന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് ഇടവരുത്തി. മൂന്നാമത്തേത് ഇത് നാലാമത്തെ സാക്ഷ്യമാണ്. അപ്പം ഓരോ പ്രാവശ്യവും ഇതുപോലെ ഒരു വ്യക്തമായിട്ടൊരു ദൈവാനുഭവമായിട്ട് വരുവാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമെന്നത് വിശ്വസ്തയോടെ ഈ പ്രാർത്ഥനയിൽ നിലനിൽക്കുവാനായിട്ട് ഒരു ശ്രമമുണ്ട്. അതിൽ വ്യക്തമായിട്ടുള്ളൊരു, ഇപ്പോൾ അവിടെ കുർബാനയ്ക്ക് പോകാനായിട്ട് പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവിടെ ഒരു ദിവസം തന്നെ 2 ദിവ്യബലി കണ്ട്. അപ്പം നമ്മളെ തന്നെ ഇങ്ങനെ കൂടുതൽ ദൈവവുമായിട്ട് അടുപ്പിക്കാനായിട്ട് നമ്മളെടുത്ത് വെക്കുന്ന സ്റ്റെപ്പുകളൊക്കെയും ദൈവം ആശീർവദിക്കും. അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരുപാട് വിശുദ്ധിയിലും ഒപ്പം ആത്മീയമായ മേഖലയിൽ ഒരുപാട് വളരുവാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.